ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിനന്ദിയ ക്രിസോസ്റ്റമോസ് തിരുമേനി, ജ്യേഷ്ഠസ്ഥാനീയരായ പ്രിയപ്പെട്ട എനിക്ക് സ്വാഗതം അർപ്പിച്ച പി കെ വർഗീസ് അച്ഛനും അതുപോലെ തന്നെ വിൽസൺ അച്ഛനും അടക്കമുള്ള വൈദികർ, പ്രിയപ്പെട്ട സഹോദര വൈദികരെ, മനോഹരമായിട്ട് ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘാംഗങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ ദൈവം നൽകിയ അവസരത്തെ നന്ദിപൂർവ്വം ഓർക്കുന്നു. ഭിന്ന തിരുമേനിയുടെയും ശ്രേഷ്ഠ വൈദികരുടെയും സാന്നിധ്യം ആദരപൂർവ്വം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പി കെ വർഗീസ് അച്ഛൻ പറഞ്ഞതുപോലെ ഒരു വാക്ക് എനിക്ക് ഗായക സംഘത്തെ പറ്റി പറയേണ്ടിയിരിക്കുന്നു. വളരെ അനുഗ്രഹീതമായി നിങ്ങളുടെ ശുശ്രൂഷകൾ നിർവഹിച്ചു. ഞാൻ നിങ്ങളെ എണ്ണി നോക്കി, 23 പേരുണ്ടായിരുന്നു. പക്ഷെ ഒരാളുടെ ശബ്ദം പോലും പ്രത്യേകമായിട്ട് എടുത്ത് മുഴക്കത്തിൽ ഇവിടെ ഉണ്ടായിട്ടില്ല. എല്ലാവരും ചേർന്ന് പാടി, വളരെ ശാന്തമായി ഭംഗിയായി ചേർന്ന് പാടിയതിൽ നിങ്ങളെ പ്രതി ദൈവത്തെ സ്തുതിക്കുന്നു, പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നിർബന്ധമായും ഈ ഗായക സംഘത്തിന് ഒരു ക്ലാപ്പ് കൊടുക്കേണ്ടത് തന്നെയാണ്. ചുരുക്കം ചിലയിടങ്ങൾ മാത്രമേ ഇങ്ങനെയുള്ള ഗായക സംഘങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അച്ഛൻ പറഞ്ഞതുപോലെ ആകെ ബഹളവും നമ്മുടെ അന്തരീക്ഷം മുഴുവൻ മാറ്റുന്ന രീതിയിലുമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് പ്രവർത്തിപ്പാൻ കഴിഞ്ഞുവല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാവരുടെയും സാന്നിധ്യം സന്തോഷത്തോടെ ഓർക്കുകയാണ്. 3 നോമ്പ് കഴിഞ്ഞ് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ ദൈവബന്ധം ഒന്ന് തിരിച്ചറിയാൻ, മനുഷ്യബന്ധം ഒന്ന് ഊഷ്മളമാക്കാൻ, ഇടറിപ്പോയ ഇടങ്ങളുണ്ടെങ്കിൽ അതിനെ ഒന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചു വരുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജപ്പാനീസ് ലെജൻഡിൽ ട്രെയിൻ യാത്രയെ പറ്റി ഇങ്ങനൊരു പരാമർശമുണ്ട്: ഇഫ് യു ഗെറ്റ് ഓൺ ദ റോങ് ട്രെയിൻ, ഗെറ്റ് ഓഫ് ദ നെക്സ്റ്റ് സ്റ്റേഷൻ. ദ ലോങ്ങർ ഇറ്റ് ടേക്സ് ടു ഗെറ്റ് ഓഫ്, മോർ എക്സ്പെൻസീവ് ദ റിട്ടേൺ ട്രിപ്പ് വിൽ ബി. നിങ്ങളൊരു തെറ്റായ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങണം. നിങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നത് താമസിക്കും തോറും, യാത്ര നീണ്ടുപോകും തോറും മടക്കയാത്രയ്ക്ക് ചെലവ് കൂടിക്കൊണ്ടേയിരിക്കും. ഇത് ട്രെയിൻ യാത്രയുടെ മാത്രം നിയമമല്ല, ജീവിതത്തിന്റെ നിയമം കൂടെയാണ്. എപ്പോഴെങ്കിലും ഇടറിപ്പോകാതെ പാളിപ്പോകാതിരിക്കുന്ന മനുഷ്യരാരാ ഉള്ളത്? എപ്പോഴെങ്കിലും ഇടറിപ്പോയിട്ടുണ്ടെങ്കിൽ, പാളിപ്പോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം പരിഹരിക്കണം. ജീവിതത്തിൽ ബന്ധങ്ങളിൽ മുറിവുണ്ടാകാത്തവരാരാ ഉള്ളത്? അത് എത്രയും വേഗം പരിഹരിക്കണം. ഇല്ലെങ്കിൽ ഒത്തിരി വില കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ തിരുത്തുവാൻ പോലും പരിഹരിക്കാൻ പോലും പറ്റാത്തതായിട്ട് വരും. അതുകൊണ്ട് ഈ പരിശുദ്ധ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഒരുക്കത്തിന്റെ ഈ ദിനങ്ങളിൽ നമ്മുടെ ബന്ധങ്ങൾ ഒന്ന് തിരിച്ചറിയാൻ, എവിടെങ്കിലും ഇടറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് പരിഹരിച്ച് ദൈവത്തോട് ഒപ്പമാകാൻ ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഹോശേയ പ്രവചന പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം. ബുക്ക് ഓഫ് ഹോശേയ ചാപ്റ്റർ 6 വേഴ്സ് 1. ഞാൻ തന്നെ വായിക്കാം. വരുവീൻ, നമുക്ക് യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ല. അവൻ നമ്മെ കടിച്ചു കീറി കളഞ്ഞിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ അടിച്ചിരിക്കുന്നു, അവൻ നമ്മുടെ മുറിവ് കെട്ടും. വരുവീൻ, നമുക്ക് യഹോവയിലേക്ക് മടങ്ങിച്ചെല്ല. അവൻ നമ്മെ കടിച്ചു കീറി കളഞ്ഞിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ അടിച്ചിരിക്കുന്നു, അവൻ നമ്മുടെ മുറിവ് കെട്ടും. ഞാൻ ചിന്തിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും പ്രതീക്ഷ, പ്രകാശം, പ്രത്യാശ തരുന്ന ഒരു വാക്യമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. വേദപുസ്തകത്തിന്റെ പ്രവചന ഗ്രന്ഥങ്ങളിലെ, ചെറിയ പ്രവചന ഗ്രന്ഥങ്ങളിലെ ആദ്യ പുസ്തകമായ ഹോശേയ പ്രവചന പുസ്തകം വടക്കൻ രാജ്യമായ ഇസ്രായേലിന് നേർക്കുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ്. അല്ല, അതിനപ്പുറം ശാസനയാണ്, താക്കീതാണ്, മുന്നറിയിപ്പാണ്. കാലഘട്ടം BC 755-നും 725-നും ഇടയ്ക്കുള്ള കാലഘട്ടം. ഇസ്രായേലിന്റെ കരുത്തനായ ഭരണാധികാരി യെരോബെയാം രണ്ടാമൻ രാജ്യം ഭരിക്കുന്ന കാലം. ഇത് ഇസ്രായേലിന്റെ ഗോൾഡൻ ഏജ് ആണ്, സുവർണ കാലം. ഭൗതികമായ എല്ലാ പ്രതാപത്തോടും സുഖലോലുപതയോടും കൂടെ ഇസ്രായേൽ മുന്നോട്ട് നീങ്ങുന്ന കാലം. രാജ്യത്തിന്റെ അതിർവരമ്പുകൾ വിസ്തൃതപ്പെടുത്തി കോട്ടകൊത്തളങ്ങൾ പടുതുയർത്തിയ കാലം. സുശക്തമായ സൈന്യം ഇക്കാലത്ത് ഇസ്രായേലിന്റെ പ്രത്യേകതയായിരുന്നു. കാർഷിക അഭിവൃദ്ധി അതും ഉച്ചസ്ഥായിലായിരുന്നു. ഫലസമൃദ്ധമായ മുന്തിരിത്തോട്ടങ്ങൾ, ഗോതമ്പ് വയലുകൾ, മേൽത്തരം അത്തിപ്പഴങ്ങൾ, മാതള നാരങ്ങകൾ എല്ലാം സുലഭം. അങ്ങനെ കാർഷിക അഭിവൃദ്ധി കൊണ്ട് സാമ്പത്തിക പുരോഗതി നേടിയ കാലഘട്ടം കൂടെയായിരുന്നു. അക്കാലത്ത് ഇസ്രായേലിന്റെ ശത്രുക്കൾ 2 രാജ്യങ്ങളായിരുന്നു, അസീറിയയും ഈജിപ്തും. ഈജിപ്തുമായി സമാധാന ഉടമ്പടി ഉണ്ടാക്കിയും അസീറിയയ്ക്ക് കപ്പം കൊടുത്തും ടാക്സ് കൊടുത്തും അവരുടെ ഭീഷണിയെ അതിജീവിച്ച് ശത്രു രാജ്യങ്ങളെ സഖ്യരാജ്യമാക്കിയ കാലഘട്ടം. അതുകൊണ്ട് ശത്രുക്കളുടെ ഭീഷണിയുമില്ല.
അങ്ങനെയെങ്കിൽ ഏത് ആംഗിളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഇസ്രയേലിന്റെ ഗോൾഡൻ ഏജ് ആണ്, സുവർണകാലം. ഇസ്രയേൽ വളർന്നിരിക്കുന്നു, ഉയർന്നിരിക്കുന്നു. അഭിമാനത്തിന്റെ ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും ഇസ്രയേലിലുണ്ട്. പുറമേ എല്ലാം ഭംഗിയായി തന്നെ പോകുന്നു. ഇസ്രയേൽ വളർന്നിരിക്കുകയാണ്, ഉയർന്നിരിക്കുകയാണ്. പക്ഷേ അകമേ ആധ്യാത്മികമായ പാപ്പരത്വത്തിലൂടെ ഇസ്രയേൽ കടന്നു പോകുന്ന ദയനീയ കാലഘട്ടമായിരുന്നു. കാരണം ദൈവത്തെ ആരാധിക്കേണ്ട ഇടങ്ങളായ ബഥേലിലും ദാനിലും ഇസ്രയേൽ ദൈവത്തെ ആരാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, സ്വർണ്ണ കാളക്കുട്ടി ഉണ്ടാക്കി അതിനെ ആരാധിക്കുകയാണ്, നമസ്കരിക്കുകയാണ്. എന്തോ ഒരു ദയനീയമാണെന്ന് ഓർത്തോണം. ദൈവത്തെ ആരാധിക്കേണ്ട ഇടങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നില്ല, മറിച്ച് സ്വർണ്ണ കാളക്കുട്ടി ആരാധിക്കുന്നു. വിഗ്രഹാരാധന മാത്രമല്ല, വഞ്ചന, ചതിവ്, മോഷണം, ആഭിചാരം, വ്യഭിചാരം, രക്തപാതകം, ഇതെല്ലാം ഒരു കാലത്തും ഇല്ലാത്തതുപോലെ ഉയർന്ന കാലം, തിന്മ പെരുകിയ കാലം. ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു ബലമെന്ന് പറയുന്നത് ജനങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കരുതലാണ്, കരുണയാണ്. ഇത് അന്യം നിന്നിരുന്ന ഒരു കാലം. ദർശനമില്ലാത്ത പുരോഹിതന്മാർ, തങ്ങൾക്കിണങ്ങിയതുപോലെ പ്രവചിക്കുന്ന കള്ളപ്രവാചകന്മാർ, കൈക്കൂലി മേടിച്ചിട്ട് ന്യായം അട്ടിമറിക്കുന്ന ന്യായാധിപന്മാർ, സുഖലോലുപരായ ഭരണകർത്താക്കൾ, ഗതികെട്ടൊരു കാലം. ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഇത്രയും ഗതികെട്ട കാലമില്ല. ദരിദ്രൻ ചൂഷണം ചെയ്യപ്പെടുന്നു, പാവപ്പെട്ടവന്റെ ന്യായം അട്ടിമറിക്കപ്പെടുന്നു. ഈ ഗതികെട്ട കാലം കണ്ടു സഹിക്കവയ്യാതെ സർവശക്തനായ ദൈവം ഇസ്രയേൽ മലനാട്ടിലെ എഫ്രൈം മലനാട്ടിലെ എബേരിയുടെ മകനായ ഹോശേയയെ തന്റെ അരുളപ്പാട് അറിയിക്കാൻ വിളിക്കുകയാണ്. ഹോശേയോട് പറയുകയാണ്, നീ വ്യഭിചാരത്തിൽ നടക്കുന്ന ഒരു വേശ്യ സ്ത്രീ വിവാഹം കഴിക്കണം. എന്നിട്ട് നിന്റെ ജീവിതത്തിൽ നിന്ന്, നിന്റെ ജീവിതത്തിലൂടെ ഞാൻ ഇസ്രയേലിനോട് എന്റെ അരുളപ്പാട് അറിയിക്കും. ഇങ്ങനെ ദൈവം പറഞ്ഞതനുസരിച്ച് ഗോമർ എന്നൊരു ഗഡികയെ ഈ ഹോശേയ വിവാഹം കഴിക്കുന്നു. അവളിൽ 3 മക്കൾ ജനിക്കുന്നു. ദൈവം പറഞ്ഞതനുസരിച്ച് അവർക്ക് പേര് വിടുന്നു. ഇസ്രയേൽ, ലോരുഹീമ, ലോ അമി. ഇസ്രയേൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം വിധിക്കുന്നു. ലോരുഹീമ എന്ന് വെച്ചാൽ കരുണയില്ലാത്തവൾ. ലോ അമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ജനമല്ല. ദൈവം പ്രവാചകനോട് പറയുകയാണ്, ഹോശേയ, ഇതുപോലാണ് ഇപ്പോൾ ഇസ്രയേൽ, അവർ എന്റെ ജനമല്ല. അതുകൊണ്ട് ഒരു കരുണയ്ക്കും അർഹതയുള്ളവരല്ല. അതുകൊണ്ട് ഞാൻ അവരുടെ മേൽ നാശം വിധിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ അരുളപ്പാടും പേറി തന്റെ തകർന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, തകർന്നതെന്ന് പറയാൻ ഒരു ഗണികയോടൊപ്പമാണ് ജീവിക്കുന്നത്, അതത്ര നല്ല കുടുംബ ജീവിതമല്ലല്ലോ. തന്റെ തകർന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, എന്നാൽ നുറുങ്ങിയ ഹൃദയത്തോടെ, ആരെയും കൂസാതെ, വചനത്തിലൂടെ തീ തുപ്പിക്കൊണ്ട് പ്രവാചകൻ ഇസ്രയേലിന്റെ പാളയത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുകയാണ്. ഇസ്രയേലേ, നീ ദൈവത്തിന്റെ നിയമം ലംഘിച്ചിരിക്കുകയാണ്, ദൈവ പ്രമാണത്തിൽ നിന്ന് മാറി നടന്നിരിക്കുകയാണ്, ദൈവ കൽപ്പനകൾ ലംഘിച്ചിരിക്കുകയാണ്, വഷളത്വം പെരുകിയിരിക്കുകയാണ്, തിന്മ നിന്റെ നടുവിലുണ്ട്. അതുകൊണ്ട് ദൈവം നിന്നെ നശിപ്പിക്കാൻ പോവുകയാണ്. ആസന്നമായൊരു ദുരന്തം ഇടുത്തീ പോലെ നിന്റെ മേൽ വന്നു ഭവിക്കാൻ പോവുകയാണ്. ദിക്കുകൾ കുലുങ്ങുമാറ് ഇടിനാദം പോലെ പ്രവാചകന്റെ ശബ്ദം ദേശം മുഴുവൻ മാറ്റൊലി കൊള്ളുകയാണ്. ജനങ്ങൾ പരിഭ്രാന്തരാകുകയാണ്, നശിക്കാൻ പോവുക, തകരാൻ പോവുകയാണ്. ദൈവം തങ്ങളുടെ നേരെ വലിയൊരു ദുരന്തം വഹിക്കാൻ പോവുക. ജനങ്ങൾ വാവിട്ട് കരയുകയാണ്, നിലവിളിക്കുകയാണ്, താഴെ കിടന്ന് ഉരുണ്ട് കരയുകയാണ്, പാപത്തെ ഓർത്ത് നിലവിളിക്കുകയാണ്. പെട്ടെന്ന് ദൈവത്തിന്റെ ഭാവം അങ്ങ് മാറുന്നു. ഇപ്പോഴും ഓർത്തോണം, നമ്മുടെ ദൈവം ഇങ്ങനെയുള്ള ദൈവമാണ്. നമ്മുടെ പ്രവൃത്തി നിമിത്തം നശിപ്പിക്കണമെന്ന് ചിന്തിച്ചാലും നമ്മുടെ ചങ്കൊന്ന് പിടയുമ്പോഴേ, കണ്ണൊന്ന് നനയുമ്പോഴേ ഭാവം മാറുന്നവനാ ദൈവം. സംഹാരമൂർത്തിയായ ദൈവം പെട്ടെന്ന് കരുണാർദ്ദനായിട്ട് മാറുന്നു. എന്നിട്ട് ഇസ്രയേലിനോട് പറയുകയാണ്, ഇസ്രയേലേ, നിങ്ങൾക്ക് വിശ്വസ്തത ലെവലേശമില്ല, പക്ഷെ ഞാൻ വിശ്വസ്തനായിപ്പോയി. ഇസ്രയേലേ, ഒരു കരുണയ്ക്കും അർഹതയുള്ളവരല്ല നിങ്ങൾ, പക്ഷെ ഞാൻ കരുണാമയനായിപ്പോയി. ഇസ്രയേലേ, എഫ്രൈമേ, നീ എൻ്റെ വത്സലപുത്രനാണ്, പൊന്നോമന മകനാണ്. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് കൊള്ളുന്നത് പോലെ 1000 വട്ടം 1000 വട്ടം നിന്നെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് മനസ്സാണ്. അതുകൊണ്ട് എൻ്റെ ജനമേ ഇസ്രയേലേ, നീ മനം തിരിഞ്ഞു വരിക. അവരോട് പറയുന്ന 3 കാര്യങ്ങളാണ് ഈ പ്രവചനത്തിന്റെ ആത്യന്തിക സന്ദേശം. ഇസ്രയേലേ, നീ മടങ്ങി വരിക, അനുതപിക്കുക, യഥാസ്ഥാനപ്പെടുക. 3 കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അല്പം കൂടെ അത് ഓർമ്മ നിൽക്കാൻ വേണ്ടി ഞാനത് പറയാം. നിങ്ങൾ ചേർന്നൊന്ന് പറയണം. മടങ്ങി വരിക, അല്പം കൂടെ ഉച്ചത്തിലാകാം. മടങ്ങി വരിക, അനുതപിക്കുക, യഥാസ്ഥാനപ്പെടുക. റിട്ടേൺ, റിപ്പൻഡൻസ്, റീസ്റ്റോറേഷൻ.
മടങ്ങി വരണമെങ്കിൽ, അനുദപിക്കണമെങ്കിൽ, യഥാസ്ഥാനപ്പെടണമെങ്കിൽ ഇസ്രയേൽ ഇപ്പോൾ എവിടെയാണെന്ന് തിരിച്ചറിയണം. അതും ദൈവം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, പക്ഷേ അത് ഡയറക്റ്റ് പറയുകയല്ല, അത് ചില മെറ്റഫറുകൾ ഉപയോഗിക്കുകയാണ്, ചില സിംബൽസ് ഉപയോഗിക്കുക, ബിംബങ്ങൾ, പ്രതീകങ്ങൾ ഉപയോഗിക്കുകയാണ്. അതിലൂടെ ഇസ്രയേൽ എവിടെയാണെന്നും എങ്ങനെ മടങ്ങി വരണമെന്നും കൃത്യമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ മെറ്റഫർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആശങ്കപ്പെടുകയൊന്നും വേണ്ട. വളരെ ലളിതമായി എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്ക് വരെ മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ഒരു കാര്യം നിങ്ങളുടെ മുൻപിൽ ഉണ്ടാകണം. 2700 വർഷം മുമ്പ് ഇസ്രയേലിന്റെ പാളയത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ ദൈവത്തിന്റെ പ്രവാചകൻ പറഞ്ഞതായിട്ട് ചിന്തിക്കാതെ, ഈ യോഗത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ നേരെ, എൻ്റെ നേരെ വിരൽ ചൂണ്ടുകയാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ ആരും ചിന്തിക്കേണ്ട നിങ്ങളെക്കാൾ ഭേദപ്പെട്ട മനുഷ്യനാണ് ഞാനെന്ന്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരിടത്രയും ആത്മീക ജീവിതവും ചിട്ട എനിക്ക് കാണുകയുമില്ലായിരിക്കാം. ഞാൻ പറയുന്നതെല്ലാം നിങ്ങളുടെ നേരെ ഏകപക്ഷീയമായിട്ടല്ല പറയുന്നത്, അതിനപ്പുറം കൂടുതൽ എൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ തിരിച്ചറിയുക. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളിനെ പറ്റിയല്ല, മുൻപിലും പുറകിലുമുള്ള ആളിനെ പറ്റിയല്ല, നിങ്ങളുടെ വശങ്ങളിലിരിക്കുന്ന ആളുകളെ പറ്റിയല്ല, നിങ്ങളുടെ നേരെ മാത്രം ദൈവത്തിന്റെ ആത്മാവ് വിരൽ ചൂണ്ടുന്നുണ്ട്. ചിലത് തിരുത്താനുണ്ട്, ചിലത് ക്രമപ്പെടാനുണ്ട്. എന്താണ് ഈ മെറ്റഫറുകൾ? എന്താണ്, എവിടെയാണ് ഇസ്രായേൽ ക്രമപ്പെടേണ്ടത്? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് ദൈവത്തിലേക്ക് ക്രമപ്പെട്ട് അടുത്തു വരേണ്ടതെന്ന് ചിന്തിപ്പാനും ധ്യാനിപ്പാനും ഈ തിരുവചനത്തിലൂടെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ മെറ്റഫർ 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ആരെങ്കിലും ഒരാൾ വായിക്കുകയാണെങ്കിൽ ഉചിതമാണ്. എഫ്രൈമേ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? യഹൂദയെ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? നിന്റെ വാത്സല്യം പ്രഭാതമേഘം പോലെ പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞ് പോലെയാണ്. എഫ്രൈമേ, ഇസ്രയേലേ, നിന്റെ പാളിച്ച ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. നിന്റെ പാളിച്ച പ്രഭാതമേഘം പോലെയാണ്, പുലർച്ചയ്ക്ക് നീങ്ങുന്ന മഞ്ഞ് പോലെയാണ്. നിനക്ക് വാത്സല്യമില്ലെന്നല്ല, നിനക്കെന്നോട് ഭക്തി ഇല്ലെന്നല്ല, നിനക്കെന്നോട് വിശ്വാസമില്ലെന്നല്ല, നിനക്കെന്നോട് വിധേയത്വമില്ലെന്നല്ല, പക്ഷേ അത് പ്രഭാതമേഘം പോലെയാണ്, പുലർച്ചയ്ക്കും നീങ്ങിപ്പോകുന്ന മഞ്ഞ് പോലെയാണ്. യുവർ ലോയൽറ്റി, യുവർ ലവ്, യുവർ ഡിവോഷൻ, യുവർ ഫെയ്ത്ത്ഫുൾനെസ് ഈസ് ലൈക്ക് മോർണിംഗ് ക്ലൗഡ് ആൻഡ് ഏർലി ഡ്യൂ. എന്താ ഈ പ്രഭാതമേഘത്തിന്റെ കുഴപ്പം? രാവിലത്തെ മഞ്ഞിന്റെ കുഴപ്പം എന്നാ? പ്രഭാതമേഘം സൂര്യനുദിക്കുമ്പോൾ നീങ്ങിപ്പോകുന്നതാണ്, രാവിലത്തെ മഞ്ഞ് ചൂട് കൂടുമ്പോൾ ഉരുകിപ്പോകുന്നതാണ്. ഇസ്രയേലേ, നിനക്കെന്നോട് ഭക്തിയും വിശ്വാസവും സ്നേഹവും ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു കാര്യമുണ്ട്, ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ നീങ്ങിപ്പോകുന്നതും പ്രതിസന്ധിയുടെ ചൂടിൽ ഉരുകിപ്പോകുന്നതുമാണ് നിന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം സ്റ്റേബിൾ അല്ല, ഡീപ്പ് റൂട്ടഡ് അല്ല, പെരിഫർ ലെവലിലുള്ളതാണ്. ഇസ്രായേലിന്റെ ചരിത്രം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. 400 വർഷം അവർ അടിമകളായിരുന്നു, 40 വർഷം അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് അവരെ നടത്തിയത്. ഇന്നൊരു രാജ്യം, രാജാവ് എല്ലാമുണ്ട്. പക്ഷേ ജീവിതത്തിന്റെ കുഞ്ഞു പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നപ്പോൾ അവർ ചെയ്തതെന്താണെന്നറിയാമോ? അതുവരെ നടത്തിയ ദൈവത്തെ മറന്ന് മിഥ്യാമൂർത്തികളുടെ പിന്നാലെ പോകുമ്പോഴാണ് ദൈവം അവരോട് പറയുന്നത്, ഇസ്രായേലേ, നിനക്ക് ഭക്തി ഉണ്ടെന്ന് പറയുന്നു, സ്നേഹമുണ്ടെന്ന് പറയുന്നു, വിശ്വാസമുണ്ടെന്ന് പറയുന്നു, വിധേയത്വമുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ഇതെല്ലാം ഉരുകിപ്പോവുകയാണല്ലോ. പ്രിയമുള്ളവരെ, നമുക്ക് ആർക്കാണ് ദൈവത്തോട് സ്നേഹമില്ലാത്തത്? ആർക്കാണ് ഭക്തി ഇല്ലാത്തത്? ആർക്കാണ് വിശ്വാസമില്ലാത്തത്? ആർക്കാണ് വിധേയത്വമില്ലാത്തത്? പക്ഷെ അത് ഡീപ്പ് റൂട്ടഡ് ആണോ? പെരിഫർ ലെവൽ മാത്രമുള്ളതാണോ? ഇന്നത്തെ ഈ പ്രശ്നം എന്നാന്നറിയാമോ? ബലഹീനരായ വിശ്വാസികളാ. ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ നമ്മുടെ വിശ്വാസം ചോർന്നു പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും മറക്കരുത്, ഒരു മനുഷ്യന്റെ ആത്മീയ നിശ്ചയിക്കുന്ന എന്താണെന്നറിയാമോ? ജീവിതത്തിൽ എന്തുണ്ട് എന്തില്ല എന്നുള്ളതല്ല, അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ്. മറക്കരുത് ഇത്. നിങ്ങൾ ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ? കടലോളം കണ്ണീരിന്റെ നടുവിലും എത്ര ബോൾഡായിട്ടാ ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ കണക്കാണ് അവർ നിൽക്കുന്നത്. എന്നാൽ നമ്മൾ ചിലരോ കുഞ്ഞു പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ അടിപതറ പോവുകയല്ലേ, ഡിപ്രസ്ഡ് ആയിട്ട് പോവുകയല്ലേ. നമ്മളൊക്കെ കണ്ടതല്ലേ മണിപ്പൂരിലെ എത്നിക് വയലൻസ് ഒടുവിൽ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള പെർസിക്യൂഷനായിട്ട് മാറി. ഒരു പ്രൊട്ടസ്റ്റന്റ് ചർച്ചും അതിനോട് ചേർന്നുള്ള അവരുടെ വില്ലേജും അപ്പാടെ തകർക്കപ്പെട്ടു. അവരെല്ലാം പലായനം ചെയ്തു പോയി. 6 മാസങ്ങൾക്ക് ശേഷമാണ് അവർ തിരികെ വന്നത്. തിരികെ വന്നപ്പോൾ അവരുടെ കുടിലുകളെല്ലാം തീ വെച്ച് നശിപ്പിച്ചിരിക്കുകയാണ്. അതിനേക്കാൾ അവരെ വേദനിപ്പിച്ചത് അവരുടെ ആരാധനാലയം തകർന്ന് തരിപ്പണമായി. അവരെന്നാ ചെയ്തെന്നറിയാമോ? അവരെല്ലാം തകർന്ന ആലയത്തിന്റെ മീതേ ഇരുന്നു കൊണ്ട് കൈകൾ കോർത്തു പിടിച്ചിട്ട് പ്രൈസ് ദ ലോർഡ് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ് പറയുന്നത് ജീവിതത്തിന്റെ പനി മാറുമ്പോഴല്ല,
ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിലും എന്റെ തമ്പുരാൻ എന്റെ കൂടെയുണ്ടെന്ന് പറയുന്നതാണ് വിശ്വാസം. അതാണ് വിശ്വാസം, അതാകണം വിശ്വാസം. പ്രിയമുള്ളവരെ, ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ആത്മശോധന ചെയ്യുക. ജീവിതത്തിൽ ഒത്തിരി വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള മനുഷ്യനാണ് ഞാൻ. പക്ഷെ ആ സമയങ്ങളിലെല്ലാം എന്നെ എപ്പോഴും ബലപ്പെടുത്തിയിട്ടുള്ളൊരു വാക്യമുണ്ട്. ഹബക്കൂക്ക് പ്രവചനം 3:17. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം തരികയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും, ഗോശാലകൾ കന്നുകാലികൾ ഉണ്ടാകുകയില്ല. എങ്കിലും 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 ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എല്ലാം തകിടം മറിയട്ടെ, തരിപ്പണമാകട്ടെ, എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകില്ല. എത്ര വിശ്വാസ തീഷ്ണതയോടാണ് പ്രവാചകൻ പറയുന്നത്. നാം എല്ലാവരും നിർബന്ധമായിട്ടും വായിക്കേണ്ട അതിമനോഹരമായ ഒരു പുസ്തകമുണ്ട്, ദി ലാസ്റ്റ് ലെക്ചർ ഓഫ് റാൻഡി പോഷെ. അമേരിക്കയിലെ MS യൂണിവേഴ്സിറ്റിയുടെ ഡീനും മെന്ററുമായിരുന്നു, വിദ്യാർത്ഥികളുടെയൊക്കെ മെന്ററുമായിരുന്നു ഈ റാൻഡി പോഷെ. സുന്ദരാകാരമുള്ള മനുഷ്യൻ, എല്ലാവർക്കും പ്രിയപ്പെട്ട ആൾ, ഉത്തമ സുഹൃത്ത്, നല്ല അധ്യാപകൻ, എല്ലാ രീതിയിലും പ്രഗത്ഭനായ പ്രശസ്തനായ മനുഷ്യൻ, എല്ലാവർക്കും പ്രിയപ്പെട്ട ആൾ. അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ട് പാൻക്രിയാസിന് ക്യാൻസറായി, അതിവേദനയായി, ശരീരം അസ്ഥിവഞ്ചിരം പോലായി. ഡോക്ടർമാർ പൂർണ്ണ വിശ്രമം പറഞ്ഞു. പക്ഷേ റാൻഡി പോഷെ പറഞ്ഞു, എനിക്ക് ഒരിക്കൽ കൂടെ എൻ്റെ യൂണിവേഴ്സിറ്റിയിലൊന്ന് പോകണം, എൻ്റെ ആ സെനറ്റ് ഹാളിൽ നിന്നുകൊണ്ട് എനിക്കൊന്ന് സംസാരിക്കണം. ഡോക്ടർ പറഞ്ഞു, ഇനി പരമാവധി 3 മാസമല്ലേ ആയുസുള്ളൂ, അത്രയേ ഉള്ളൂ, അതുകൊണ്ട് വിശ്രമിക്കുന്നതാണ് നല്ലത്. അല്ല, നിർബന്ധം സഹിക്കാതായപ്പോൾ റാൻഡി പോഷെ ഡോക്ടർ അനുവദിച്ചു. ഒരു വീൽ ചെയറിലാണ് റാൻഡി പോഷെ, ഒരു സഹായിയുടെ സപ്പോർട്ടോടുകൂടിയാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് ചെന്നത്. അദ്ദേഹത്തെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞൊഴുകി. സുന്ദരാകാരമുള്ള, അവർക്ക് പ്രിയപ്പെട്ട റാൻഡി പോഷെ ഒരു മൃതശരീരം കണക്ക്, അസ്ഥിവഞ്ചരം കണക്ക് വീൽ ചെയറിൽ വരിക. പക്ഷെ റാൻഡി പോഷെ സുസ്മിരവദനായിട്ടാണ് അവരെ നേരിട്ടത്. പുഞ്ചിരിച്ചുകൊണ്ടും അവരുടെ മുൻപിൽ ഒന്ന് പുഷപ്പ് ചെയ്യാൻ ശ്രമിച്ചും എന്തൊക്കെ സംസാരിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടും അവരെ ശക്തിപ്പെടുത്താൻ തക്കവണ്ണം ശ്രമിച്ചു. സഹായിയോട് പറഞ്ഞു, സെനറ്റ് ഹാളിലേക്ക് എന്നെ കൊണ്ടുപോകാൻ. സഹായി സെനറ്റ് ഹാളിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചൊരു പ്രസംഗം നടത്തി. അതാണ് ലാസ്റ്റ് ലെക്ചർ ഓഫ് റാൻഡി പോഷെ എന്ന പേരിൽ പ്രസിദ്ധമായിരിക്കുന്നത്. 2006 സെപ്റ്റംബർ 18 നടത്തിയതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. ശബ്ദമൊക്കെ ഇടറുന്നുണ്ടായിരുന്നു, പക്ഷേ വളരെ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പ്രസംഗിച്ചത്. ആദ്യം അദ്ദേഹം ഒരു സ്ക്രീനിൽ തന്റെ 12 ട്യൂമറുള്ള CT സ്കാൻ കാണിച്ചു, എല്ലാരെയും കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ റാൻഡി പോഷെയാണ്, ഇത് കണ്ടോ, 12 ട്യൂമറുള്ള റാൻഡി പോഷെ. ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നത് 3 മാസമാണെന്നേ. ഞാന് എങ്ങനെയും ജീവിക്കുകയല്ല, രാജാവിനെ പോലെ ജീവിക്കാൻ പോവാ. എന്നിട്ട് എന്റെ വൈഫിനെ മുന്നോട്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇത് എന്റെ ഫ്യൂച്ചർ വിഡോയാ, ഭാവി വധു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഭാവി വിധവ എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുക. മുന്നോട്ട് നിർത്തിയിട്ട് പറഞ്ഞു. തുടർന്ന് അദ്ദേഹം പറഞ്ഞത് മുഴുവനും മരണത്തെ പറ്റിയല്ല, ജീവിതത്തിന്റെ നിരാശയെ പറ്റിയല്ല, ദുഃഖങ്ങളെ പറ്റിയല്ല, ജീവനെ പറ്റിയാണ്, പ്രത്യാശയെ പറ്റിയാണ്, ദൈവം ഇടപെടുന്നതിനെ പറ്റിയാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാ കണ്ണുകളും കാതുകളും അദ്ദേഹത്തെ മാത്രം ശ്രദ്ധിച്ചു. അവസാനം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് അവസാനം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ പ്രിയ സ്നേഹിതരെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ടവരെ, എനിക്ക് അവസാനമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഒരിക്കലും നിങ്ങളിത് മറക്കരുത്, ഒരിക്കലും മറക്കരുത്. നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു ചീട്ടുകളി പോലെ. കയ്യിൽ വരുന്ന ചീട്ട് ഏതെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഏതിറക്കി കളിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നാം മാത്രമാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഗതി മാറ്റാൻ നമുക്ക് പറ്റുമോ? പക്ഷെ അതിനെ എങ്ങനെ സമീപിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നാം മാത്രമാണ്. അതാണ് വിശ്വാസം, അതാകണം വിശ്വാസം. അല്ലെങ്കിൽ നമ്മളിവിടെ കൂടിയിട്ട് കാര്യം എന്നതാ? ഒരു കാര്യമെങ്കിലും നിങ്ങൾ ഉറയ്ക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാതിരിക്കാൻ പറ്റാത്തവണ്ണം മാറി നിൽക്കുന്നവനാണോ നിങ്ങളുടെ ദൈവം? നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായിക്കൊള്ളട്ടെ, പ്രതിസന്ധികൾ എന്തായിക്കൊള്ളട്ടെ, അതിൽ ഇടപെടാതിരിക്കാൻ പറ്റാത്തവണ്ണം മാറി നിൽക്കുന്നവനാണോ? നാം പരാജയപ്പെടും. നമ്മുടെ പണത്തിന് പ്രയോജനമില്ലാതായി മാറും. നമ്മൾ ചേർത്ത് വെച്ചത് വിഫലമായിട്ട് മാറുമായിരിക്കാം. നമ്മുടെ ബുദ്ധിശക്തി കൊണ്ട് കാര്യമില്ലാതായിരിക്കാം. വൈദ്യശാസ്ത്രം പരാജയപ്പെടുമായിരിക്കാം. ഉറ്റവർ മാറി നിൽക്കുമായിരിക്കാം. പക്ഷെ ദൈവം ഇടപെടാതിരിക്കുമോ? ഒരിക്കലും മറക്കരുത്, ഒരു വിശ്വാസിയാണെങ്കിൽ നമ്മളിൽ ഇടപെടാതിരിക്കാൻ പറ്റാത്തവണ്ണം മാറി നിൽക്കുന്നവനല്ല ദൈവം. ഈ വിശുദ്ധ വേദപുസ്തകം ഫ്രം ദ ജെനിസിസ് ടു ദ റെവലേഷൻ പറഞ്ഞു തരുന്ന കാര്യം എന്താണെന്നറിയാമോ? പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ചില മനുഷ്യരുടെ ചരിത്രമാണിത്. ആ പ്രതിസന്ധിയുടെ സമയത്ത് അവർ ഈ തമ്പുരാൻ കർത്താവിനെയാണ് ഇങ്ങനെ പറയാം, ഉടുമ്പ് പോലെ അങ്ങ് പിടിച്ചു. അവരുടെ ജീവിതത്തെ അത്ഭുതമാക്കിയ
ചരിത്രമാണിത്. അത്ഭുതമാക്കിയ ചരിത്രമാണിത്. അബ്രാം പിതാവിൽ മുതൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഒന്നത് വിഷ്വലൈസ് ചെയ്യണം, ഭാവനയിൽ ഒന്ന് കാണണം. മലമുകളിൽ ആരുമില്ല, ഭാര്യയില്ല, കൂടെ ദാസന്മാരില്ല, കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണ്. ആ കുഞ്ഞിന്റെ കഴുത്താണ് അറക്കേണ്ടത്. ഒരു പിതാവിന് ഇത് എങ്ങനെ കഴിയും? ആറ്റുനോറ്റ് കിട്ടിയ കുഞ്ഞ് തലയെ വെച്ച പേനരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് കരുതി പൊന്നുപോലെ കൊണ്ട് വളർത്തിയതാണ്. ദൈവം പറയുക കഴുത്തറക്കാൻ. ആ മനുഷ്യൻ കടന്നുപോയി സംഘർഷം എത്ര വലുതാ. എനിക്ക് ആശ്രയിക്കാൻ ഒന്നുമില്ല, ദൈവത്തെ അങ്ങ് മുറുകെ പിടിച്ചു. വാള് വീശുന്ന സമയത്ത് ദൈവം പറയാ, അബ്രാം എന്താ നിന്റെ മകനെ കൊടുക്കാൻ മടിക്കായിക്കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു. അബ്രാം ആ സ്ഥലത്തിന് പേരിട്ടു യഹോവയിരേ, ദൈവം കരുതും. നമ്മളിൽ ഇടപെടാതിരിക്കാൻ പറ്റാത്തവണ്ണം മാറി നിൽക്കുന്നവനാണോ ദൈവം? എനിക്കൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് വന്നു. ആ കുഞ്ഞ് അവൻ അർത്ഥം അയച്ചാണോ എന്ന് എനിക്കറിയില്ല. ചിലതൊക്കെ ഞാനിങ്ങനെ സേവ് ചെയ്യും. അങ്ങനെ സേവ് ചെയ്തിട്ടൊരു മെസ്സേജ് ഇങ്ങനെയാണ്: ലോക്സ് ആർ നെവർ മാനുഫാക്ചർഡ് വിത്തൗട്ട് കീസ്. ഇന്നോളം ഒരു താഴും താക്കോലില്ലാതെ ഉണ്ടാക്കിയിട്ടില്ല. അടുത്ത സെന്റൻസ്: ഗോഡ് നെവർ ഗീവ്സ് പ്രോബ്ലംസ് വിത്തൗട്ട് സൊല്യൂഷൻ. പരിഹാരമില്ലാതെ ഒരു പ്രശ്നവും തമ്പുരാകർത്താവ് തന്നിട്ടില്ല. അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്: only need to have patience to unlock them. ഒറ്റ കാര്യം, അതൊന്ന് അൺലോക്ക് ചെയ്യാനുള്ളൊരു പേഷ്യൻസ് വേണം. അതാണ് വിശ്വാസം, അതാകണം വിശ്വാസം. നിങ്ങളൊക്കെ ഒരുപക്ഷെ കേട്ട് കാണുമായിരിക്കാം, നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിനോട് ലോക പ്രശസ്തനായ കാർഡിയക് സർജൻ ശൈലേഷ് മേത്ത പറഞ്ഞ അനുഭവം. ജൂനിയർ ഡോക്ടർമാർ റെഫർ ചെയ്യുന്ന കോംപ്ലിക്കേറ്റഡ് കേസസ് മാത്രമേ ശൈലേഷ് മേത്ത എന്നും ഏറ്റെടുക്കാറുള്ളൂ. ഇങ്ങനെ ജൂനിയർ ഡോക്ടർമാർ റെഫർ ചെയ്തൊരു കോംപ്ലിക്കേറ്റഡ് കേസ് അദ്ദേഹത്തിൻ്റെ മുൻപിൽ വന്നു. 6 വയസ്സുള്ള പെൺകുട്ടിയായിട്ട് അമ്മ റിപ്പോർട്ടുമായിട്ട് നിൽക്കുകയാണ്. റിപ്പോർട്ട് വായിച്ചപ്പോഴത്തേക്ക് ശൈലേഷ് മേത്തയ്ക്ക് മനസ്സിലായി ഈ കുഞ്ഞ് പരമാവധി, നടക്കുന്ന സത്യം അവരോട് പറയുകയും ചെയ്തു, ഈ കുഞ്ഞ് പരമാവധി 3 മാസമേ ജീവിച്ചിരിക്കുകയുള്ളൂ. എന്തെങ്കിലും ഒരു പോസിബിലിറ്റി സർജറിയാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, സർജറി നടത്തിയാലും ഒരു 60 to 65% സർജറി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മരിക്കും. മാതാപിതാക്കൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഡോക്ടറെ, ഞങ്ങളുടെ കുഞ്ഞിനെ ഏറ്റെടുത്തേ മതിയാകുള്ളൂ, എന്തെങ്കിലും സാധ്യതയല്ലേ, അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കരുത്. അവരുടെ നിലവിളിച്ചുള്ള കരച്ചിൽ കണ്ട് ഈ ശൈലേഷ് മേത്ത ആ സർജറി ഏറ്റെടുത്തു. സർജറിക്ക് 6 ദിവസം മുമ്പ് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അമ്മ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കുക, തമ്പുരാനെ കൈവിടല്ലേ എന്ന മട്ടിൽ. എന്നിട്ട് കുഞ്ഞിനെ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു പഠിപ്പിക്കുക, മോളെ നീ പ്രാർത്ഥിച്ച ദൈവം കൈവിടില്ല. എന്നിട്ട് ഓരോ പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക. ആരാക്ക് അറിയാതിരിക്കുന്ന അത് കണ്ടു കഴിഞ്ഞാൽ ഓപ്പറേഷൻ്റെ ഡേറ്റ് എത്തി. ആ ടേബിളിൽ കുഞ്ഞിനെ കിടത്തി, ആ വലിയ ടേബിളിൽ കൊച്ചു കുഞ്ഞിനെ കിടത്തി. ശൈലേഷ് മേത്തയുടെ നെഞ്ച് സർജറിക്ക് മുമ്പായിട്ട് ആദ്യമായിട്ട് നെഞ്ചൊന്ന് പിടഞ്ഞു. എത്ര സർജറി നടത്തിയതാണ്, എത്ര രക്തം പുരേണ്ടതാണ് ഈ കൈകൾ. പക്ഷെ അതൊന്നും ഇതുപോലല്ലതല്ല. ഇതൊരു കൊച്ചു കുഞ്ഞ്, അതും സർജറി നടത്തുമ്പോൾ മരിക്കാനുള്ള സാധ്യതകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ കുഞ്ഞിനെ ഒന്ന് തലോടിക്കൊണ്ട് ശൈലേഷ് മേത്ത പറഞ്ഞു, മോളെ പേടിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാകും. പെട്ടെന്ന് ഈ കുഞ്ഞ് പറഞ്ഞു, അതിന് ഡോക്ടറുകളെ എനിക്ക് പേടിയൊന്നുമില്ലല്ലോ. ഞാൻ ഡോക്ടറുകളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഡോക്ടറുകൾ എനിക്ക് ഓപ്പൺ ഹാർട്ട് സർജറിയാണോ ചെയ്യുന്നത്? അപ്പോൾ ഡോക്ടർ വിചാരിച്ച് ആ സർജറിയുടെ പെയിൻ ഓർത്തായിരിക്കും ഇവൾ പറഞ്ഞതെന്ന് വിചാരിച്ച് ഡോക്ടർ അവളോട് പറഞ്ഞു, മോളെ ഒട്ടും വേദന എടുക്കില്ല, അതുപോലുള്ള മെഡിസിൻസ് തന്നിട്ടാണ് നിന്റെ സർജറി നടത്തുന്നത്, അതിനെപ്പറ്റി വിഷമിക്കുക വേണ്ട. അതല്ല ഡോക്ടറുകളെ, എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ അടുക്ക പറയാറുണ്ട്, മോളെ നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് ദൈവം ഇരിക്കുന്നതെന്ന്. അതുകൊണ്ട് ഡോക്ടറുകൾ കീറുമ്പോഴേ എൻ്റെ ദൈവത്തെ കാണില്ലേ, ദൈവം എന്നോട് എന്തെങ്കിലും പറയും കേട്ടോ, അതെന്നോട് വന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഡോക്ടർ എന്നെ പറയാന് കണ്ണ് നിറഞ്ഞുകൊണ്ട് അവളെ തലോടിയിട്ട് പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സർജറി ആരംഭിച്ചു. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടും ഹാർട്ടിലോട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നില്ല. ശൈലേഷ് മേത്തയും ജൂനിയർ ഡോക്ടർമാരെ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒടുവിൽ ശൈലേഷ് മേത്തയ്ക്ക് മനസ്സിലായി കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുക്കല്ല, അത് പറ്റില്ലെന്ന്. അദ്ദേഹം ജൂനിയർ ഡോക്ടർമാരോട്ട് പറഞ്ഞു, ഞാൻ പരാജയപ്പെട്ടു, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ എങ്ങനെങ്കിലും കുത്തിക്കെട്ട് കുഞ്ഞിനെ നമുക്ക് മരണത്തിലേക്ക് തള്ളിവിടാം, അല്ലതൊന്നും ചെയ്യാൻ പറ്റില്ല. ജൂനിയർ ഡോക്ടർമാർ ഇങ്ങനെ തിരിച്ചു തുന്നിക്കെട്ടുന്ന സമയത്ത് ഇവൾ പറഞ്ഞ വാചകം ഡോക്ടറുടെ കാതുകളിൽ ഇങ്ങനെ ഇടിച്ചിടിച്ച് നിന്നു. ഡോക്ടറെ, ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുമ്പോൾ എൻ്റെ ദൈവത്തെ കാണത്തില്ലേ, ആ ദൈവം എന്നോട് എന്തെങ്കിലും പറയും, അതെന്നോട് പറയണം കേട്ടോ. ഡോക്ടറുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ, ഒരിക്കലും പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ, രക്തം പുരണ്ട കൈകൾ കൂപ്പി ഓപ്പറേഷൻ തിയേറ്ററിൽ മുട്ടുകുത്തിയിട്ട് ആദ്യമായിട്ട് പ്രാർത്ഥിച്ചു. അവളും അവളുടെ അമ്മയും വിശ്വസിക്കുന്നത് നീ അവളുടെ ഹൃദയത്തിലുണ്ടെന്നാ.
അവിടെ നീ ഉണ്ടെങ്കിൽ എങ്ങനെങ്കിലും എൻ്റെ ഈ കുഞ്ഞിനെ രക്ഷിച്ചേ മതിയാകുള്ളൂ. ഞാൻ പരാജയപ്പെട്ടു, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ വാവിട്ട് കരയാൻ തുടങ്ങി. നേഴ്സസ്മാരെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് അവിശ്വസനീയമായി ഇതൊന്ന് സംഭവിച്ചു. ജൂനിയർ ഡോക്ടർമാരോട് ഓടി വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ ഹാർട്ടിലോട്ട് ബ്ലഡ് പമ്പ് ചെയ്യാൻ തുടങ്ങുന്നു. ഡോക്ടർ ഞെട്ടിപ്പോയി. എല്ലാവരെയും കൂട്ടി സർജറി പുനരാരംഭിച്ചു. 4.5 മണിക്കൂറുകൾ കൊണ്ട് കുഞ്ഞിന്റെ സർജറി പൂർത്തിയായി. കുഞ്ഞ് ജീവിതത്തിലേക്ക് വന്നു. നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ വിശ്വാസിയായിട്ട് മാറി. ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ ഏത് സർജറി നടക്കുമ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ ഞാൻ കരം കൂപ്പി പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ ഞാൻ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്, നീ അന്നേരം ഒന്ന് ഇടപെടണം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പരാജയപ്പെടും. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാ. നമ്മുടെ പണം പരാജയപ്പെടത്തില്ലേ? നമ്മൾ നടത്തുന്ന ചികിത്സ പരാജയപ്പെടത്തില്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് വിട്ടുമാറില്ലേ? നമ്മുടെ ബുദ്ധിയെല്ലാം വിഫലമാകില്ലേ? ഒന്നിലും ആശ്രയിക്കാനില്ലാതിരിക്കുമ്പോൾ നമുക്ക് പിടിക്കാനുള്ള ആശ്രയം എന്താ? ഉടുമ്പ് കണക്ക് തമ്പുരാനെ മാത്രമാണ്. ഇതൊരിക്കലും മറക്കരുത്. നിങ്ങൾ ഇടപെടാതിരിക്കാൻ പറ്റാത്തവണ്ണം മാറി നിൽക്കുന്നവനല്ല നിങ്ങളുടെ ദൈവം. അതാണ് വിശ്വാസം. അതാകണം വിശ്വാസം. 2:7-4. അവരെല്ലാം വ്യഭിചാരികളാകുന്നു, അപ്പക്കാരൻ ചൂടുപിടിപ്പിച്ച അപ്പക്കല്ലിന് സമം. യു ആർ ലൈക്ക് ഹീറ്റഡ് ഓവൻ. അവർക്ക് സുപരിചിതമായ ഒരു മെറ്റഫറായത്. പണ്ടുകാലത്ത് ഭക്ഷണം പാചകം ചെയ്യുന്നത് കല്ലിന്റെ മുകളിലായിരുന്നു. യഹൂദന്മാർക്ക് ഇത് സുപരിചിതമായിരുന്നു. കല്ലിന്റെ അടിയിൽ തീയിടും. കല്ല് ചൂടായി രാവിലെ ആകുമ്പോഴേക്ക് പഴുക്കും, രാത്രിയിൽ തീയിടും. അപ്പോൾ അങ്ങനെ പഴുത്തു കിടക്കുന്ന കല്ലിന്റെ മേലാണ് അവർ പാചകം ചെയ്യുന്നത്. ഈ പഴുത്തു കിടക്കുന്ന അവർക്ക് സുപരിചിതമായ ഈ മെറ്റഫർ അവരോട് പറയുകയാണ്, ഇസ്രയേലേ, എഫ്രേമേ, ഇതുപോലെ നീ പഴുത്തു കിടക്കുന്ന അപ്പക്കല്ലിന് സമമാണ്. പഴുത്തു കിടക്കുന്നത് നിങ്ങൾ ഓർത്തോണം, വിശുദ്ധിയിലല്ല, വിശ്വസ്തതയിലുമല്ല. പിന്നെ ഏതിലാണെന്നറിയാമോ? തിന്മയിലാണ്, വഷളത്വത്തിലാണ്, വെറുക്കൂത്തിലാണ്, മ്ലേച്ഛതയിലാണ്. ഇത് ഞാൻ പറയുന്നതല്ല, വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നുണ്ട്. 7:3 ഇങ്ങനെ പറയുന്നുണ്ട്, ദുഷ്ടത കൊണ്ട് രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും സന്തോഷിപ്പിക്കുന്നു. 7:4 ഈ വാക്യത്തിന്റെ ആദ്യ ഭാഗം നിങ്ങളെല്ലാം വ്യഭിചാരികളാണെന്നാ പറയുന്നത്. 7:5 രാജാവിന്റെ ദിവസത്തിൽ വീഞ്ഞു കുടിച്ച് മത്തരായി ദീനം പിടിപ്പിക്കുന്നു. കുടിക്കുന്നു എന്ന് മാത്രമല്ല, കുടിച്ച് ദീനം പിടിപ്പിക്കുന്നു എന്ന് പറയുകയാണ്. 4:2 നിങ്ങൾ സത്യം ചെയ്യുന്നു, വ്യാജം പ്രവർത്തിക്കുന്നു, നിങ്ങൾ മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, രക്തപാതകം ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. എല്ലാ തിന്മയും വഷളത്വവും വെറുക്കൂത്തുമുണ്ട്. ദൈവം പറയുക, നിങ്ങളിങ്ങനെ പഴുത്ത് കിടക്കുന്ന തിന്മയിൽ പഴുത്ത് കിടക്കുന്ന ഞാൻ കാണുന്നു. എന്നിട്ട് ഇസ്രയേൽ പറയുന്നത് എന്താണ്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇസ്രയേൽ പറയുന്നത് എന്താണെന്നറിയാമോ? അവർ ദൈവത്തോടൊപ്പമാണെന്ന്, അവർ ആത്മീകരാണെന്ന്, അവർ ഭക്തരാണെന്ന്, അവർ വിശ്വാസികളാണെന്ന്, അവർ ദൈവജനമാണെന്ന്. ഇതെങ്ങനെ ശരിയാകുന്നത്? എല്ലാ തിന്മയും വെറുക്കൂത്തും വഷളത്വവും ഉണ്ട്. എന്നിട്ട് പറയുക ദൈവജനമാണെന്ന്, ആത്മീകരാണെന്ന്. ഇത്രയും തരം താണു പോയിട്ടില്ല നമ്മൾ ഒരിക്കലും. പക്ഷെ ഒന്ന് ഓർത്തോണം, ഒത്തിരി ഭേദപ്പെട്ട മനുഷ്യരാണോ? ഒന്ന് ആത്മശോധന ചെയ്യേ. മറ്റാരെയും നോക്കാനല്ല, നമ്മെ നോക്കാനാണ്. പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് ജീവിതം കടന്നു വരുന്നുണ്ടോ? മക്കളുടെ മുൻപിൽ സാരോപദേശം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്നിട്ട് വികലമായി ജീവിക്കുന്നില്ലേ? പങ്കാളിയുടെ മുൻപിൽ വിശ്വസ്തത നടിച്ചിട്ട് പങ്കാളിക്കപ്പുറമായി ജീവിതത്തിൽ ആരോ കടന്നു വരുന്നില്ലേ? പള്ളിയുടെ നേതൃത്വ നിരയിൽ ഇരിക്കുന്നുണ്ട്, എന്നാൽ മദ്യപാനം വിട്ടുകളയാൻ മനസ്സില്ല. ആത്മീയ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട്, എന്നാൽ പരദൂഷണവും ഏഷണിയും കൂടപ്പുറപ്പാണ്. നാട്ടി മുഴുവൻ മാലാകിയ, വീട്ടിൽ വന്ന പിശാചുക. എന്നിട്ട് നമ്മളെല്ലാം പറയുന്നു ദൈവജനമാണെന്ന്, ആത്മീകരാണെന്ന്, ഭക്തരാണെന്ന്, വിശ്വാസികളാണെന്ന്. ദൈവം നമ്മെ നോക്കിയാ പറയുന്നത്, നിന്റെ ജീവിതത്തിൽ തിന്മ ജ്വലിച്ചിരിക്കുന്നത്, വഷളത്ത് നിറഞ്ഞിരിക്കുന്നത് ഞാൻ കാണുന്നുവെന്ന്. എന്താ നാം ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. തമ്പുരാൻ നോക്കുമ്പോഴെന്താണ്? ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്തും പറയും, എന്തും ചെയ്യും. നമുക്ക് വാചാ പ്രാർത്ഥന നടത്തുന്നുണ്ടായിരിക്കാം, ആരാധനയും നമ്മൾ മുടക്കുന്നില്ലായിരിക്കാം, പള്ളിയുടെ നേതൃത്വ നിരയിൽ നമ്മൾ ഉണ്ടായിരിക്കാം. പക്ഷെ രഹസ്യ ജീവിതത്തിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഇസ്രായേലിനെ പോലെ നമ്മൾ പറയുക ദൈവത്തോടൊപ്പമാണ്, നമ്മൾ ആത്മീകരാണെന്ന്, ഭക്തരാണെന്ന്. എന്നാൽ ദൈവത്തിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ച പലതും നമ്മുടെ ജീവിതത്തിലുണ്ട്. തമ്പുരാൻ പറയുക, ഈ ഒളിപ്പിച്ചു വെച്ചത് പഴുത്ത് കിടക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറയുക. മറ്റാരെയുമല്ല, എന്നെയും നിങ്ങളെയും നോക്കിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ചില സമയത്ത് ദൈവത്തിന്റെ മുൻപിലാണെന്നും ദേവാലയത്തിന്റെ ഉള്ളിലാണെന്ന് പോലും ചിന്തയില്ലാതെ എത്രമാത്രം നമ്മളെ തരം താണു പോകുന്നറിയാമോ? യേശു തമ്പുരാൻ
എല്ലാവരെയും ചേർത്ത് പിടിച്ച മനുഷ്യനല്ലേ. ചുങ്കക്കാരനെയും തള്ളിപ്പറഞ്ഞവനെയും വേശ്യാസ്ത്രീയെയും ഒക്കെ ചങ്കോട് ചേർത്തവനല്ലേ. പക്ഷേ ക്രിസ്തു കലിതുള്ളിൽ നിന്ന് ആരുടെ നേർക്കാണെന്നറിയാമോ? പരീശന്മാരുടെയും സദൂക്യരുടെയും നേർക്കാണ്. അവരെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ വെള്ളം വെച്ച ശവക്കല്ലറയാന്ന്, നിങ്ങൾ സർപ്പസന്തതികളാണെന്ന്. എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ വേഷം ധരിച്ചിരിക്കുന്നത്, എത്ര ഭംഗിയായിട്ടാണ് ആരാധനയിൽ പങ്കുചേരുന്നത്. ഇതിനനുസരിച്ചുള്ള രഹസ്യ ജീവിതത്തിൽ വിശുദ്ധിയും വിശ്വസ്തതയും നമുക്കുണ്ടോ? എന്താ നാം ആരും കാണാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്, താലോലിക്കുന്നത്? ഇവിടെ ഒരു വാക്യമുണ്ട്. ഇവിടെ ഒരു 9:16 തോന്നുന്നു. എഫ്രൈമിന് പുഴുക്കുത്ത് വന്നിരിക്കുന്നു, അതിന്റെ പേര് ഉണങ്ങിപ്പോയി. നല്ല ഇലയുണ്ട്, കൊമ്പുണ്ട്, എല്ലാം ഉണ്ട്, കാണാനും ഭംഗിയുണ്ട്. പക്ഷെ വേരില്ലെങ്കിൽ അടപടലം താഴെ വീണു. റൂട്ടില്ലെങ്കിൽ ഫ്രൂട്ടില്ലെന്ന് കേട്ടിട്ടില്ലേ? ആടപടലം പോവും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 2 കുഴപ്പങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ സമൂഹത്തിന് സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, നമുക്ക് ദൈവഭയം കുറഞ്ഞു പോകുന്നു. ഡിമിനിഷിംഗ് ഫിയർ ഓഫ് ഗോഡ്. ദൈവഭയം ഓരോ വർഷം കഴിയുന്തോറും കുറഞ്ഞു വരിക. അതുകൊണ്ടാണല്ലോ എന്തും പറയുന്നത്, എന്തും ചെയ്യുന്നത്, ഏതു തരത്തിലും തരം താഴുന്നത്. എന്നിട്ട് ഭക്തിയുടെ പറവിൽ എല്ലാവരുടെയും മുൻപിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. രണ്ടാമത്തേത് എന്താണെന്നറിയോ? പാപബോധമില്ല. നമുക്ക് എത്ര പേർക്ക് പാപബോധമുണ്ട്? പാപത്തെ ഓർത്ത്, ജീവിതത്തിന്റെ ഇടർച്ചയെ ഓർത്ത് എത്ര പേർക്ക് കരയാൻ പറ്റുന്നുണ്ട്? നമ്മളൊക്കെ നമ്മുടെ രോഗത്തെ പറ്റി കരയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ പറ്റിയൊക്കെ കരയുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൽ കുറവുണ്ട്, ബലഹീനതയുണ്ട് എന്ന് ചിന്തിച്ച് നമുക്ക് എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് കരയാൻ പറ്റുന്നുണ്ട്? ഇത് രണ്ടുമില്ലെങ്കിൽ അപകടമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയോണം. ഒന്ന്, ഡിമിനിഷിംഗ് ഫിയർ ഓഫ് ഗോഡ്. 2, പാപബോധമില്ല. ഇത് ഒരു ആത്മീക സമൂഹത്തിന്റെ തകർച്ചയുടെ ലക്ഷണമാണ്. അങ്ങനെയെങ്കിൽ അത് എന്നിൽ ബാധിച്ചിട്ടുണ്ടോ, നിങ്ങൾ ബാധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. പ്രത്യേകം ഓർത്തോണം, ദൈവം മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹം നമ്മളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അടുത്ത ജനറേഷൻ. ഞാനിരിക്കുന്ന പള്ളിയിൽ ഇച്ചിരി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള സമയത്താണ് ഞാനൊരു ചുമതല ഏറ്റെടുത്തത്. അപ്പോൾ ചില ചെറുപ്പക്കാർ പള്ളിയിൽ നിന്ന് ഇച്ചിരി മാറി നിൽക്കുന്നുണ്ട്. ഞാൻ അവരിൽ 1-2 പേരോടൊക്കെ പറഞ്ഞു, പള്ളിയിലൊക്കെ വരണം, ആരാധനയ്ക്കൊക്കെ പങ്കെടുക്കണം, എല്ലാത്തിലും ചേർന്ന് നിൽക്കണം. അപ്പം അതിലൊരാൾ എൻ്റെ അടുക്ക പറഞ്ഞു, അച്ഛാ എന്തിനാച്ചാ വരുന്നത്, പുതിയഹോത്തി നടക്കുന്നതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടെന്ന്. നമ്മൾ അടുത്ത ജനറേഷൻ ഇല്ലെന്നാ പറയുന്നത്. പക്ഷെ അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഒരു സ്നേഹത്തിന്റെ ഒരു അനുഭവം നമ്മുടെ പള്ളികൾ നിലനിർത്താൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളൊക്കെ പറയുന്നു ആത്മീയരാണെന്ന്, എന്നിട്ട് പടലപ്പിണക്കങ്ങളും ഒടുങ്ങാത്ത വിദ്വേഷങ്ങളും ഒക്കെ നമ്മുടെ ഇടങ്ങളിലില്ലേ? രാഷ്ട്രീയത്തെക്കാൾ തരംതാണ ഇടങ്ങളായി ചിലപ്പോഴെങ്കിലും ആത്മീയ സമൂഹം മാറുന്നുണ്ടോ? ഒന്ന് സ്വയം ശോധന ചെയ്യണം പ്രിയമുള്ളവരെ. ഒന്ന് ചിന്തിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ അടുത്ത ജനറേഷൻ കൃത്യമായിട്ട് നമ്മളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇവർക്ക് കൊടുക്കുന്ന പേരെന്താണെന്നറിയാമോ? ഈ 2007 ശേഷം ജനിച്ച കുഞ്ഞുങ്ങൾക്ക് ജെൻസി എന്നാണ് പറയുന്നത്. നമുക്കാർക്കും അറിയില്ല, അവർക്ക് ജെൻസി. അവർ വളരെ ഷാർപ്പാ. നമ്മുടെ കണ്ണി നോക്കിയ നമ്മുടെ സ്വഭാവം അവർക്ക് പിടികിട്ടും. അത്ര ഷാർപ്പാ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ മൂത്ത മകൾ 6 വയസ്സുള്ള സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഒരു തർക്കമുണ്ടായി. എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞങ്ങൾ തമ്മിൽ ഞാൻ അല്പം ദേഷ്യപ്പെട്ടു. ഞാൻ നല്ല ഉച്ചത്തിൽ അവളോട് എന്തോ പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ 6 വയസ്സുകാരി പെങ്കൊച്ച് എന്നെ ദയനീയമായിട്ടൊന്ന് നോക്കി. അവളുടെ കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. എനിക്ക് വലിയ വിഷമമായി. അവൾ നോക്കിയതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടിയോ? എനിക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലായി. അച്ഛനാന്നാ പറയുന്നത്, പള്ളി പ്രസംഗിക്കുന്ന ആളാന്നാ പറയുന്നത്, കുർബാന ചെല്ലുന്ന ആളാന്നാ പറയുന്നത്. ഈ മനുഷ്യൻ എൻ്റെ അമ്മയോടൊന്ന് സ്നേഹത്തോടെ ഇടപെടാൻ പറ്റുന്നില്ലല്ലോ എന്നാ. എൻ്റെ കൊച്ചിനെ ചേർത്ത് കെട്ടിപ്പിടിച്ചു. എൻ്റെ മോളെ എന്നോട് ക്ഷമിക്കണം, പരമാവധി ഇനി ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഭാര്യയെടുക്കെ പറഞ്ഞു, എടി വഴക്കിനി ഉണ്ടാക്കുകയാണെങ്കിൽ കൊച്ചുങ്ങളില്ലാത്ത സമയത്ത് നമുക്ക് വഴക്കുണ്ടാക്കാം. ഞാൻ വെറുതെ പറഞ്ഞതല്ല, കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്ന സമൂഹമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. മറ്റൊരു സംഭവം ഒരുപക്ഷെ ഞാൻ പറഞ്ഞ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഇളയ മകൾ കോട്ടയത്ത് പഠിക്കുന്ന സമയം അവളെ കാണാൻ ഞാനും എൻ്റെ വൈഫ് കൂടെ പോയി. തിരിച്ചു വരുന്ന സമയം നട്ടുച്ച സമയമായിരുന്നു, തിരുവല്ലായിലായി. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ ഇടയിൽ പറഞ്ഞു, ഇടയിൽ ഉച്ചയല്ലേ, നമുക്ക് ഇച്ചിരി ഭക്ഷണം കഴിക്കാം, ഏതെങ്കിലും ഹോട്ടലിലൊന്ന് കയറാം. അപ്പോൾ അവളും പറഞ്ഞു ശരിയാണ്, നമുക്ക് കയറാം. ഞാൻ പറഞ്ഞു നമ്മൾ 2 അല്പാഹാരികൾ, കുറച്ച് അല്പാഹാരം കഴിക്കുന്നവരാണ്, അതുകൊണ്ട് കുറച്ച് ഭക്ഷണം കഴിക്കത്തുള്ളൂ, നമുക്ക് 1 പ്ലേറ്റ് മേടിച്ച് 2ആയിട്ട് ഷെയർ ചെയ്യാം. അവൾ പറഞ്ഞു ഓക്കെ, അത് മതി. ഞങ്ങളങ്ങനെ തിരുവല്ലായിലെ തോംസൺ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ അതിൻ്റെ അപ്സ്റ്റെയറിൽ അതിൻ്റെ മുകളിൽ കയറി വെയിറ്ററോട് പറഞ്ഞു 1 പ്ലേറ്റ് ഭക്ഷണം, അവർ പറഞ്ഞു 2 പ്ലേറ്റ് കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോഴേ അവർ ഞങ്ങൾ സൂക്ഷിച്ചു നോക്കി, എന്തൊരു മനുഷ്യരാണെന്നുള്ള മട്ടിൽ. അപ്പോൾ ഞങ്ങൾ 1 പ്ലേറ്റ് ഭക്ഷണം ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പുറത്തെ ടേബിളിൽ 4 പേര് ഇരിപ്പുണ്ട്. അവർ ഞങ്ങളെ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചേടി, നിനക്ക് അവരെ മനസ്സിലായോ? നമ്മളെ നോക്കി ഏതാണ്ടൊക്കെ സംസാരിക്കുന്നു. അവൾ പറഞ്ഞു എനിക്കൊരു പിടിയും കിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്കും പിടി കിട്ടില്ല. പിന്നെ എന്തിനാ അവർ നമ്മളെ നോക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതായാലും 1 പ്ലേറ്റ് ഭക്ഷണമാണ് മേടിച്ചത്. ഞങ്ങൾ 2 പേരോട് ഷെയർ ചെയ്തുകൊണ്ട് അല്പം പോലും അധികമില്ലായിരുന്നു. മുഴുവൻ തീർത്തു. വെയിറ്ററിൻ്റെ അടുക്ക പറഞ്ഞു ബില്ലിങ് തരാൻ. വെയിറ്റർ പറഞ്ഞു അച്ഛൻ്റെ ബില്ല് ഓൾറെഡി പേ ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആര് പേ ചെയ്യാനാ? അച്ഛാ അപ്പുറത്തെ ടേബിളിലുള്ള ഒരു അച്ഛൻ്റെ ബില്ലൂടെ കൊടുത്തെന്ന് പറഞ്ഞു. എനിക്ക് അത്ര സുഖകരമായിട്ട് തോന്നിച്ചില്ല. പക്ഷെ വളരെ വിനയത്തോടെ ഞാൻ അവരുടെ അടുക്ക് ചെന്നിട്ട് പറഞ്ഞു എൻ്റെ ബില്ലിങ് ഇതാ, അത് ഞാൻ കൊടുത്തോളാം. അപ്പോൾ അവർ പറഞ്ഞു അച്ഛൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ ഒരു പരിചയമില്ലല്ലോ. അപ്പോൾ അവരും പറഞ്ഞു അച്ഛനെ ഞങ്ങൾക്ക് ഒരു പരിചയമില്ല. ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ എന്തിനാ കൊടുക്കാൻ കാര്യം എന്നതാ? അപ്പോൾ അവർ പറഞ്ഞു അച്ഛൻ ഞങ്ങൾ US ഫിലാഡൽഫിയ എന്ന് വരിക, മർത്തോമക്കാരാണ്. അപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് നട്ടുച്ചയായിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയതാണ്. ഞങ്ങൾ 4 പേരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പുറത്തെ ടേബിളിൽ അച്ഛനും അച്ഛൻ്റെ വൈഫൂടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. ഒരു സന്തോഷം തോന്നി. അതങ്ങ് കൊടുത്തന്നേ ഉള്ളൂ. ഇത്രയ്ക്ക് രൂപയേ ഉള്ളൂ. അച്ഛനതിന് ഇത്ര പരിഭവിക്കേണ്ട കാര്യം എന്നതാ? അപ്പം ഞാൻ വളരെ ശാന്തമായി എന്നിട്ട് പറഞ്ഞു സന്തോഷമൊക്കെ പങ്കിട്ടു. അവരോട് പറഞ്ഞു പേരുമൊക്കെ ചോദിച്ചു. വീണ്ടും കാണാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അപ്സ്റ്റെയറിൽ താഴോട്ടിറങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുക്ക് പറഞ്ഞു എന്നാലും ഒരു ഗോൾഡൻ ചാൻസാണ് നമ്മൾ കളഞ്ഞു കുളിച്ചത്. നമുക്ക് 2 പേർക്ക് ഓരോ പ്ലേറ്റ് മേടിക്കാമായിരുന്നു. ഒരു 7 എണ്ണം പാഴ്സൽ മേടിക്കാമായിരുന്നു. വൈകിട്ട് 3 എണ്ണം കഴിക്കാമായിരുന്നു. ഫ്രിഡ്ജ് വെച്ചിട്ട് ചൂടാക്കി പിറ്റേ ദിവസവും കഴിക്കാമായിരുന്നു. അപ്പം അവൾ എൻ്റെ അടുക്ക പറഞ്ഞു അവർ മേടിച്ചു തരാൻ കാര്യം എന്നാണെന്നറിയാമോ? എന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അവർ നോക്കിയപ്പോഴത്തേക്ക് ഒരു ദരിദ്രവാസി അച്ഛൻ 1 പ്ലേറ്റ് ഭക്ഷണം മേടിച്ചിട്ട് 2ആയിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ട് ഒരു സഹതാപം തോന്നി. എന്നോട് സഹതാപം തോന്നി അവർ മേടിച്ചു തന്നായിരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എന്നെ അത് വളരെ സ്പർശിച്ചു കേട്ടോ. ഞാൻ ഈ പരീക്ഷണം പിന്നെ പലയിടത്തും നടത്തിയിട്ടുണ്ട്, ഓരോരിടത്തും വിജയിച്ചിട്ടില്ല. പക്ഷെ അതല്ല എന്നെ സ്പർശിച്ചത്. ഞാൻ ആ സ്റ്റെപ്പ് കയറി അപ്സ്റ്റെയർ ചെല്ലുന്നത് മുതൽ അവരെന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയുടെ പറഞ്ഞിട്ട് ഞാൻ എവിടെല്ലാമാണ് പോകുന്നത്. ഞാൻ വിചാരിക്കും എന്നെ ആരും കാണുന്നില്ലെന്ന്. എന്നെ കാണുന്ന ഒരു വലിയ സമൂഹം ഇല്ലേ പ്രിയമുള്ളവരെ? നമ്മുടെ ഈ പൊയ്മുഖങ്ങളൊക്കെ അഴിഞ്ഞു വീഴും. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോണം, നിങ്ങളെ നോക്കുന്ന ഒരു സമൂഹമുണ്ട്. ഇവിടെയുള്ള കുഞ്ഞുങ്ങളില്ലേ, നിങ്ങളുടെ പള്ളികൾ നിങ്ങൾ ചിന്തിച്ച് നോക്കണം. നിങ്ങൾ ചൊല്ലുന്നത് പറയുന്നത് മാത്രം അവർ ഗ്രഹിക്കുന്നു. നല്ല നിങ്ങളെപ്പറ്റി കൃത്യമായിട്ടൊരു ഗ്രാഫ് അവരുടെ മുൻപിലുണ്ട്. ഒരു ഗ്രാഫുണ്ട്. സൺഡേ സ്കൂളിലെ ടീച്ചർ പറയുക കുർബാന ആരംഭിക്കുമ്പോഴത്തേക്ക് പള്ളി വരണമെന്ന്. പടിഞ്ഞാറോട്ട് കുർബാന എടുത്താലും ടീച്ചർ വരുന്നില്ല. കൊച്ചിന് ടീച്ചറിനെ പറ്റി ഒരു ഗ്രാഫ് അവിടെ ഉണ്ട്. ഇത് മാത്രമല്ല, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മളൊക്കെ ഇങ്ങനെ ദൈവത്തോടൊപ്പമാണെന്നും ആത്മീകരാണെന്നും ഭക്തരാണെന്നും ഒക്കെ പറയുക. തമ്പുരാൻ കർത്താവ് പറയുക ജ്വലിച്ചു കിടക്കുന്നത് വഷളത്വം നിറഞ്ഞിരിക്കുന്നത് തിന്മ നിറഞ്ഞിരിക്കുന്നത് ഞാൻ കാണുന്നു. എന്താ നാം ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അകവും പുറവും പ്രിയമുള്ളവരെ നിർമ്മലമാക്കണം. ഇസ്രായേലേ, നീ ചുട്ടുപഴുത്ത അപ്പക്കൂടിന് സമം. 3ാമത്തെ ഡിവിഷൻ എനിക്ക് പറയാൻ സമയമില്ലല്ലോ, വാക്യം മാത്രം ഞാൻ പറയാം. 7:8 ഇസ്രായേലേ, നീ മറിച്ചിടാത്ത ദോശ വേസ്റ്റാ. ഒന്ന് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. ഇസ്രായേൽ ഭൗതികമായിട്ട് ഏറ്റവും ഉയർന്നിരിക്കുമ്പോൾ ദൈവം പറയുക നിങ്ങൾ വേസ്റ്റാന്ന് പറയുക. കാരണം എന്താണെന്നറിയാമോ? ഇതിന്റെ പരിച്ഛേദമാണ് ആമോസ് പ്രവചന പുസ്തകം. കാരണം ഇസ്രായേൽ ഒത്തിരി അവിടുത്തെ പ്രഭുക്കന്മാരും ന്യായാധിപന്മാരും പുരോഹിതന്മാരും ഭരണകർത്താക്കളും കച്ചവടക്കാരും ഭൗതികമായിട്ട് ഒത്തിരി വളർന്നു. അതെങ്ങനെയാണെന്നറിയാമോ? വിഹിതമല്ലാതെ ഉണ്ടാക്കിയതാ. ജനത്തിന് ടാക്സ് ഏർപ്പെടുത്തി രാജാക്കന്മാർ സുഖിക്കുകയാണ്. പുരോഹിതന്മാര് വിഹിതമില്ലാത്തത് ചേർത്ത് പിടിക്കുകയാണ്. പ്രവാചകന്മാർ തെറ്റായ രീതിയിൽ പ്രവചിച്ച് മനുഷ്യനെ ചൂഷണം ചെയ്ത് കബളിപ്പിക്കുകയാണ്. കച്ചവടക്കാര് കള്ള തുലാസ് ധാന്യത്തിൽ മായം ചേർക്കുകയാണ്. ന്യായാധിപന്മാർ കൈക്കൂലി മേടിച്ചിട്ട് വിധി നടത്തുകയാണ്. ന്യായമല്ലാതെ വിഹിതമല്ലാതെ ഒത്തിരി ഉണ്ടാക്കുന്നു. അവരോട് ദൈവം പറയുകയാണ് ഇതെല്ലാം വേസ്റ്റായിട്ട് മാറും, ചണ്ടിയായിട്ട് മാറും എന്ന് പറയുകയാണ്. വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. അടുത്ത 2 ചിന്തകൾ വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. പ്രധാനപ്പെട്ടതാണ്. 7:11 ആരെങ്കിലും വായിക്കണം. 7:11 എഫ്രൈം ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ്, അവർ മിസ്രൈമിനെ വിളിക്കുകയും അശൂറിലേക്ക് പോവുകയും ചെയ്യുന്നു. ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ്, സില്ലി സെൻസ്ലെസ് ഡോവ് പ്രാവ്, സിംബൽ ഓഫ് പീസ് ആൻഡ് ഇന്നസെൻസ്. നിഷ്കളങ്കതയുടെ പ്രതീകമാണ്. നിഷ്കളങ്കരായി ജീവിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ആരെയും പ്രയാസപ്പെടുത്താതെ എല്ലാവർക്കും ഇഷ്ടമുള്ളവരായിട്ട് ജീവിക്കുക നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ചിലരെ പറ്റി പറയത്തില്ലേ, വെറും പാവം പിടിച്ചവരാണ്, പാവം മനുഷ്യരാണ്. ഓർത്തോണം, അങ്ങനെയുള്ളവർക്ക് ജീവിക്കാൻ പറ്റില്ല.
അതുകൊണ്ടാണ് തമ്പുരാൻ കർത്താവ്, നിങ്ങൾ ഓർത്തോണം, ശിഷ്യന്മാരെ അയക്കുമ്പോൾ പോലും പറയുന്നത്, നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരായ മാത്രം പോരാ, പാമ്പിനെ പോലെ വിവേകമുള്ളവരുമാകണം. നിഷ്കളങ്കതയുള്ള പ്രാവിനെ കെണി വീഴ്ത്താൻ എളുപ്പമാ. ധാന്യം ഇട്ടുകൊടുത്താൽ മതി, കെണി വന്നം കയറിക്കോളും. എനിക്കിത് പറയാനുള്ളത് ആരെ പറ്റിയാണെന്നറിയാമോ? നമ്മുടെ അടുത്ത ജനറേഷൻ, നമ്മുടെ ചില കൗമാരക്കാരെ പറ്റി, ചില യൗവനക്കാരെ പറ്റി. ഇതിന്റെ പശ്ചാത്തലങ്ങളോട് ചിന്തിക്കണം. ഞാൻ ആദ്യം പറഞ്ഞു, ഇസ്രയേലിന് 2 ശത്രു രാജ്യങ്ങൾ ഉണ്ടായിരുന്നു, അസീറിയയും ഈജിപ്തും. ഈജിപ്തുമായി സമാധാന ഉടമ്പടി ഉണ്ടാക്കുന്നു. അസീറിയയ്ക്ക് ടാക്സ് കൊടുത്തിട്ട് ആ ശത്രു രാജ്യത്തെ ഇസ്രയേൽ സഖ്യരാജ്യമാക്കുന്നു. എന്നാൽ അസീറിയ തന്ത്രശാലികളായിരുന്നു. അവരുടെ മുൻപിലുള്ള ലക്ഷ്യം എങ്ങനെയും ഇസ്രയേലിനെ കീഴ്പ്പെടുത്തണമെന്നുള്ളത്. സ്നേഹം ഭാവിച്ച് ചേർന്ന് നിന്ന് അസീറിയ എന്ത് ചെയ്തെന്നറിയാമോ? ഇസ്രയേലിന്റെ ബലവും ബലഹീനതയും മനസ്സിലാക്കുന്നു. എന്നിട്ട് അവർ ടാക്സ് മേടിക്കുന്നവരാ. എന്നിട്ട് അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ സർവ്വസന്നാഹങ്ങളുമായി അസീറിയ ഇസ്രയേലിനെ ആക്രമിക്കുകയാണ്. ഇസ്രയേൽ ഞെട്ടിപ്പോവുക. ടാക്സ് കൊടുക്കുന്ന തങ്ങളുടെ സഖ്യരാജ്യം, മേടിക്കുന്ന സഖ്യരാജ്യം തങ്ങളെ ആക്രമിക്കാൻ വന്നിരിക്കുകയാണ്. പിന്നെ അവർക്ക് ആശ്രയം എന്താ? മിസ്രൈമിനെ അവർ വിളിക്കുകയാണ്. മിസ്രൈം മറ്റൊരു സഖ്യരാജ്യമായിരുന്നു. അവർ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ആക്രമിക്കാൻ വന്ന അസീറിയ ഇസ്രയേലിനെ തകർക്കുകയാണ്, കീഴ്പ്പെടുത്തുകയാണ്. എന്നിട്ട് ചെയ്ത് എന്നാന്നറിയാമോ? അവിടെയുള്ള കൗമാരക്കാരെയും യൗവനക്കാരെയും അടിമകളാക്കുന്നു. എന്നിട്ട് ചങ്ങലയിട്ട് അസീറിയയിലേക്ക് കൊണ്ടുപോകുന്നു. ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്ക്. അസീറിയയിലേക്ക് അടിമകളായിട്ട് പോയ ഇസ്രയേൽ കൗമാരക്കാരും യൗവനക്കാരും പിന്നെ സ്വന്തം ദേശം കണ്ടിട്ടില്ല. എനിക്കിത് പറയാനുള്ളത് നമ്മുടെ ചില കൗമാരക്കാരെ പറ്റിയാണ്, നമ്മുടെ ചില യൗവനക്കാരെ പറ്റിയാണ്. ആധുനിക അസീറിയകൾ ഇന്ന് ഒത്തിരിയുണ്ട്. സ്നേഹം ഭാവിച്ച്, വശീകരിച്ച്, പ്രലോഭിപ്പിച്ച്, ചേർന്ന് നിന്ന് തകർക്കാൻ ശ്രമിക്കുന്ന ആധുനിക അസീറിയ അത്ര തന്ത്രങ്ങളാണ്. ഡയറക്റ്റ് അല്ല ഫൈറ്റ് ചെയ്യുന്നത്, തന്ത്രങ്ങളിലൂടെ സ്നേഹിച്ച് കീഴ്പ്പെടുത്തുക. ഇങ്ങനെയുള്ള ആധുനിക അസീറിയകൾ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ അടുത്ത ജനറേഷനെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോണം, ഒരു കുടുംബം തകരുന്നത്, ഒരു സമൂഹം തകരുന്നത് ആരിലൂടെയാ? അടുത്ത ജനറേഷനിലൂടെയാ. നമ്മുടെ കുഞ്ഞുങ്ങൾ പോയാൽ നമ്മുടെ കുടുംബങ്ങൾ പോയില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ പോയാൽ നമ്മുടെ സമൂഹം പോയില്ലേ? അതുകൊണ്ട് ആധുനിക അസീറിയകളെ ശ്രദ്ധിക്കുവാനുള്ള വിവേകം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാണ്, വലിയ ചതിയൊന്നും അവർക്കറിയില്ല. അതുകൊണ്ട് സ്നേഹം ഭാവിച്ച് ചതിക്കാൻ വരുന്ന ആധുനിക അസീറികളെ തിരിച്ചറിയാനുള്ള വിവേകം നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോഴത്തെ വാർത്തകളൊക്കെ നടക്കുന്നതല്ലേ? സാധാരണ വാർത്തകളാണോ? ഹണി ട്രാപ്പ്, മണി ട്രാപ്പ്, ലഹരി ട്രാപ്പ്, കൊട്ടേഷൻ സംഘങ്ങൾ, എന്താ ഗെയിം ട്രാപ്പ്. ഇന്നലത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചതല്ലേ, ഗാസിയാബാദിൽ എല്ലാം ട്രാപ്പാ, കെണികളാ. ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് സ്നേഹം ഭാവിച്ച് കൂടെ നിന്ന് ചതിച്ച് തകർക്കും. ഓർത്തോണം, അങ്ങനെ അസീറിയയിലേക്ക് പോയവരൊന്നും തിരികെ വന്നിട്ടില്ല. ട്രാപ്പിൽ വീണവർ തിരിച്ചു വരാൻ വലിയ പ്രയാസമാണ്. ഓരോ 1-2 സംഭവങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നും. ഒന്ന്, തൊടുപുഴയിൽ അക്ഷയ എന്നൊരു പെൺകുട്ടിയാണ്. അവൾ MDMA ആയിട്ട് പിടിക്കപ്പെടുന്നു. പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊക്കെ കണ്ടതല്ലേ, സോഷ്യൽ മീഡിയയിലും TV-യിലുമൊക്കെ അവൾ ഇങ്ങനെ ഞെട്ടി വിറയ്ക്കുകയാണ്. ഇടയ്ക്ക് ഭ്രാന്തിയെ പോലെ കരയുകയാണ്. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഈ പെൺകുട്ടി ഒരു ഡ്രഗ് മാഫിയയുടെ ക്യാരിയർ ആയിരിക്കാമെന്ന്? ഒരിക്കലും ആകാൻ സാധ്യതയില്ല. പാവപ്പെട്ട പെൺകുട്ടിയെ ആരോ ചതിച്ചു. അവൾ പിടിയിലായി, റിമാൻഡിലായ സമയത്ത് പേരൻസ് കാണാൻ ചെന്നു. അവരുടെ മുൻപിൽ എന്തോ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള അവളുടെ നിലവിളി, വാവിട്ടുള്ള കരച്ചിൽ എല്ലാം നമ്മൾ കണ്ടതല്ലേ. അവൾ എത്ര കരഞ്ഞാലും, അവൾക്ക് എത്ര കുറ്റബോധം തോന്നിയാലും നിങ്ങൾ ഓർത്തോണം, അവൾക്കിനി ഒരു സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പറ്റുമോ? ഇനിയാണ് അവളെ പറ്റി അറിയേണ്ടത്. അവൾ പഠിച്ച സ്കൂളിലെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആണ്. സോഷ്യോളജിക്ക് 85% മാർക്ക് മേടിച്ച പെൺകുട്ടിയാണ്. പാഠ്യ വിഷയങ്ങൾ മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങൾ സുന്ദരമായി പാടും, നൃത്തം ചെയ്യും, എല്ലാം പോയില്ലേ? അവളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഒരാൾ അവളുടെ കയ്യിൽ ചില സാധനങ്ങൾ കൊടുത്തു, അവളത് ചേർത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓർത്തോണം, ചതിച്ച് തകർക്കുകയാണ്. എനിക്ക് തോന്നുന്നു ലഹരി ട്രാപ്പില് ഒരു റീഹാബിലിറ്റേഷൻ പിന്നെ ഉണ്ടാകുമായിരിക്കാം. പക്ഷെ ഹണി ട്രാപ്പ് ഉണ്ടല്ലോ, പ്രണയ ട്രാപ്പ്. കുഞ്ഞുങ്ങളൊന്നും എന്നോട് ദേഷ്യപ്പെടല്ലേ, പ്രണയം തെറ്റാണെന്നോ കുഴപ്പമാണെന്നോ അല്ല പറയും, നല്ല പ്രണയങ്ങളൊക്കെ കാണുമായിരിക്കാം. പക്ഷെ പ്രണയം ട്രാപ്പ് കൂടാ. അതുകൂടെ ഓർത്തോണം,
പ്രണയ ട്രാപ്പിൽ പെട്ടുകഴിഞ്ഞാൽ റീഹാബിലിറ്റേഷന്റെ സാധ്യതകൾ പോലും ഇല്ല. രാജ്യത്തിലെ മിടുക്കിയ ഒരു പെൺകുട്ടിയല്ലേ മേഘ്ന, ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ. 21.5 വയസ്സിലാണ് അവൾക്ക് ജോലി കിട്ടിയത്. 25-ാമത്തെ വയസ്സിൽ ഡെപ്യൂട്ടേഷൻ, 6 മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഡെപ്യൂട്ടേഷനിൽ അവൾ തിരുവനന്തപുരം എയർപോർട്ടിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥയായിട്ട് അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞു, പുറത്തേക്ക് വന്നു, ഒരു ഫോൺ കോൾ വന്നു. പെട്ടെന്ന് അവൾ ഡിപ്രസ്ഡായി പാഞ്ഞു വന്നു ട്രെയിനിന്റെ മുമ്പിൽ തലവെച്ച് കൊടുത്തു. സംഭവം നമ്മൾ പിന്നീട് അറിഞ്ഞു. അവളുടെ ഫോൺ ട്രേസ് ചെയ്തപ്പോൾ കാര്യങ്ങളൊക്കെ പിടികിട്ടി. അവളോടൊപ്പം ജോലിയൊക്കെ ചെയ്തിരുന്ന ഒരാളോട് കടുത്ത പ്രണയം. അവൾക്ക് കിട്ടിയ ശമ്പളം മുഴുവൻ അവന് ട്രാൻസ്ഫർ ചെയ്യുക. അവസാനം അവളുടെ അക്കൗണ്ടിൽ 950 രൂപ. എങ്ങനെ എത്ര ശമ്പളം കിട്ടുന്ന ഒരു പെങ്കൊച്ചാന്ന് ഓർത്തണം. എന്തൊരു മിടുക്കിയ, 25 വയസ്സിൽ തന്നെ ഇത്രയും ഉന്നത സ്ഥാനത്തെത്തിയത്. അവൾ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആകാൻ കാര്യം എന്ന് അറിയാവോ? അവസാനം അവനാ വിളിച്ചത്. അവൻ പറഞ്ഞു അവന് മറ്റൊരു പെങ്കൊച്ചുമായിട്ട് ഇഷ്ടമാണ്. തകർന്നു പോയി. പിന്നെ അവൾ എന്ത് ചെയ്യാനാ? അന്നേരം അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും ആരുമില്ലാതായിപ്പോയി. അവൾ പാഞ്ഞു വന്ന് ട്രെയിനിന് മുമ്പിൽ തലവെച്ച് കൊടുത്തു. ആർക്ക് പോയി? അവളുടെ അപ്പയ്ക്ക് അമ്മയ്ക്ക് പോയി. അവന് മറ്റൊരു പെങ്കൊച്ച്. എന്റെ കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനൊരു കാര്യമുണ്ട്. അധികം കുഞ്ഞുങ്ങൾ ഇവിടില്ല. ഈ കാലം വളരെ ശ്രദ്ധിക്കണം. ഓരോ ചുവടും ശ്രദ്ധിക്കണം. പ്രലോഭിപ്പിച്ച്, വശീകരിച്ച്, സ്നേഹം ഭാവിച്ച് ചതിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഓരോ ചുവടും ശ്രദ്ധയോടാകണം. രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ച മറ്റൊരു തിരുവതാന കേസല്ലായിരുന്നോ? എന്താ? ആറ്റുകാലിലെ ബിന്ദു എന്ന അമ്മയുടെ ഏക മകൾ നിമിഷ, കാസർഗോഡ് സെഞ്ചുറി ദന്തൽ കോളേജിലെ മിടുക്കിയായ വിദ്യാർത്ഥിനി. പഠനത്തിന്റെ കാലയളവിലേക്ക് ഒരു പ്രണയം ഉണ്ടാകുന്നു. അതിനുവേണ്ടി മതം മാറുന്നു. അയാളെ വിവാഹം കഴിക്കുന്നു. ഒടുവിൽ അയാളോടൊപ്പം അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അയാൾ കൊല്ലപ്പെടുന്നു. മകൾ കാണാതായതാണ് അമ്മ അറിഞ്ഞത്. 7.5 വർഷങ്ങൾക്ക് ശേഷം കാണാതായ മകളെ പറ്റി അമ്മ കേട്ട ആദ്യത്തെ വാർത്ത ഏതാണെന്നറിയാമോ? തന്റെ മകൾ അഫ്ഗാനിസ്ഥാനിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. ഒരമ്മ കേൾക്കേണ്ട വാർത്തയാണോ ഇത്? അമ്മ പറയുന്നുണ്ട്, അവൾ കാണാതായതിന്റെ തലേ ദിവസം വരെ ഒരു ദിവസം 3 പ്രാവശ്യമാണ് ഞാൻ വിളിച്ചത്. ഇവിടുത്തെ കാര്യമെല്ലാം ഞാൻ അങ്ങോട്ട് പറയും, അവളെല്ലാം ഇങ്ങോട്ട് പറയുന്നെന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. എന്നിട്ടും അവൾക്കൊരു പ്രണയമുണ്ടായെന്നോ, അതിനുവേണ്ടി മതം മാറിയെന്നോ, അയാളെ വിവാഹം കഴിച്ചെന്നോ, ഞാൻ അവസാനമായി വിളിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം അവൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോവാണെന്നോ ഒന്നും ഞാൻ അറിഞ്ഞില്ല. പിച്ച വെച്ച നാൾ മുതൽ ജീവിതത്തിന്റെ ഓരോ ഇടങ്ങളിലും താങ്ങായി തണലായി നിന്ന മാതാപിതാക്കളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പുറങ്കാല് കൊണ്ട് ചവിട്ടാൻ എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയും? എനിക്കറിയില്ല. ഓരോരോ സംഭവങ്ങൾ. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഈ ടീനേജ് പ്രായം എന്ന് പറയുന്ന ടേണിംഗ് പോയിന്റാ. നിങ്ങൾ ചെവിക്ക് നുള്ളിക്കോ. ഒരു ചുവട് വഴുതിയാൽ 10,000 ചുവട് തിരിച്ചു നടന്നാലും കയറാൻ പറ്റില്ല. ഇവിടെ പെൺകുഞ്ഞുങ്ങൾ അധികമില്ല. എനിക്ക് 2 പെൺമക്കളാ. ഞാൻ അവരോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, തൊഴുതുകൊണ്ട് പറയും, നിങ്ങൾ അക്കാഡമിക് കാര്യങ്ങൾ എത്ര പുറകോട്ട് പോയാലും ഞങ്ങളൊന്നും പറയില്ല. പക്ഷെ അല്ലാത്തതൊന്നും കേൾക്കാനിടയാകരുത്. എൻ്റെ പെൺകൊച്ചുങ്ങളോട് പറയും, നിങ്ങൾ അപ്പയോടെല്ലാം പറയണമെന്ന് പറയുന്നില്ല, പക്ഷെ അമ്മ അറിയാത്തതൊന്നും ഉണ്ടാകരുത്. എനിക്ക് എൻ്റെ പെൺകുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മയായിരിക്കണം. അമ്മ അറിയാത്തതൊന്നും ഉണ്ടാകരുത്. അഥവാ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെവിക്ക് നുള്ളിക്കോ. വഴുതാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കാലുകൾ. എനിക്ക് എൻ്റെ മുൻപിൽ ഒരു വിഷയം വന്നു. അമ്മ ആകെ അങ്ങ് തകർന്നു പോയി. ഒരു പെങ്കൊച്ച്, അവൾക്ക് ഒരു തരത്തിലും പൊരുത്തപ്പെട്ടാത്ത ഒരു പയ്യനുമായിട്ട് അങ്ങ് കടുത്ത പ്രണയം. അപ്പനും അമ്മയും നന്നായിട്ട് വഴക്ക് പറഞ്ഞു. പിന്നെ അവിടെ മാർഗം എന്താണെന്നറിയാവോ? അപ്പനോടും അമ്മയോടും സംസാരിക്കില്ല. കോളേജിൽ പോവും, അമ്മ വല്ലതും ടേബിളിൽ വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ടങ്ങ് പോവും. തിരിച്ചു വരുമ്പോൾ ഉണ്ടായി കഴിക്കും, മുറിക്കകത്ത് കയറും, കഥ പൂട്ടും. അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തിയ മകളുടെ ഡോറിൽ ഇങ്ങനെ മുട്ടുക, മോളെ ഒന്ന് തുറക്ക്. അവൾ തുറക്കില്ല. എനിക്കറിയില്ല, പ്രണയം തലയ്ക്ക് പിടിച്ച കുഞ്ഞുങ്ങളുടെ ശത്രുക്കൾ മാതാപിതാക്കളായിട്ട് അങ്ങ് മാറുക. അപ്പോൾ ഇവരെൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ അവളോടൊന്ന് പറയണം, ബാക്കിയുള്ള കാര്യമൊക്കെ പിന്നാട്ട്, ഞങ്ങളോടൊന്ന് സംസാരിക്കാൻ പറ. ഞാൻ അവളോളെ വിളിച്ചു, അവളുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ ഇപ്പം പഠിക്ക്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നല്ലേ, പിന്നീട് നമുക്ക് ചിന്തിക്കാം, ആലോചിക്കാം. അപ്പനും അമ്മയും നിനക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ നൽകുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പം നീ പഠിക്ക് എന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞു. എന്നിട്ട് അവസാനം ഒരു കാര്യം പറഞ്ഞു, അവളെ ഒരു കാര്യം നീ ചെയ്യ്, അപ്പനോടും അമ്മയോടൊന്ന് സംസാരിക്ക്. അവൾ പറഞ്ഞു, അച്ഛാ അച്ഛൻ പറഞ്ഞു, അതൊക്കെ ഞാൻ കേട്ടോളാം, പക്ഷേ അപ്പനോടും അമ്മയോട് സംസാരിക്കുക, അത് ശരിയാകത്തില്ല അച്ഛാ, ശരിയാകത്തില്ല. 18 വയസ്സ് തികയാത്ത പെങ്കൊച്ചു പറയുക അപ്പനോടും അമ്മയോടും സംസാരിക്കാനില്ലെന്ന്, അത് ശരിയാകത്തില്ലെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ അവളോട് പറഞ്ഞു, എൻ്റെ മോളെ, എനിക്ക് ഇതിനോടൊന്നും പറയാനില്ല. നിന്റെ അപ്പനോടും അമ്മയോടും സംസാരിക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നതിനകത്ത് എന്തർത്ഥമാണ് ഉള്ളത്?
എൻ്റെ കുഞ്ഞുങ്ങളെ ഏറെ ശ്രദ്ധിക്കണം. എങ്ങനെയും ജീവിക്കാനുള്ളതല്ല. ഇപ്പോഴത്തേക്ക് ഇപ്പോഴ് ചില വാക്കുകളൊക്കെ, പുതിയ വാക്കുകളൊക്കെ ഞാനിപ്പം കേൾക്കുക. ടോക്സിക് ഹാബിറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പം പുതിയൊരു പദം, ടോക്സിക് ലവ്. എന്താണെന്നറിയാമോ? സ്നേഹം നടിച്ച് വിഷലിപ്തമാക്കി തകർത്ത് കളയും. ടോക്സിക് ലവ്. ഏറെ ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾ, ഏറെ ശ്രദ്ധിക്കണം. ഒരു കാര്യമെങ്കിലും കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ദൈവം കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന നിങ്ങളുടെ പേരൻസ് മാത്രമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ച വരുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളല്ലാതെ ആരാ കാണുന്നത്? ഇത് പറയാൻ കാരണം, നമ്മുടെ ഇടങ്ങളിൽ നിന്ന് ചില കുഞ്ഞുങ്ങൾ എങ്ങനെയൊക്കെയോ വഴുതി പോവുക. എനിക്കറിയില്ല. നമ്മൾ പള്ളിയിൽ പഠിച്ച വേദപാഠങ്ങൾ, വിശുദ്ധ മദ്ബായുടെ മുൻപിൽ നിന്ന് സ്വീകരിച്ച വിശുദ്ധ കുർബാന, മാമോദീസ തൊട്ടിയിൽ നിന്ന് സ്വീകരിച്ച ജ്ഞാനസ്നാനം, ഇതൊക്കെ മറന്ന് എങ്ങനെ പോകാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയും? വിവാഹ സങ്കല്പങ്ങൾ പോലും ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാറിയില്ലേ? പള്ളി വെച്ച് വിവാഹം എന്തിനാന്നാ ചോദിക്കുന്നത്? ലിവിങ് ടുഗദർ, ഒരുമിച്ച് ജീവിച്ചോളാം, അങ്ങനായ മക്കളുണ്ടാകും. അത് മാറി ലിവിങ് ഫ്രണ്ട്ലി, ചെറുക്കനും പെണ്ണോട് ഒരുമിച്ച് ജീവിക്കും, കുഞ്ഞുങ്ങളൊന്നും വേണ്ട. അടുത്തത് ലിവിങ് എലോൺ, ഒറ്റയ്ക്ക് ജീവിച്ചോളാം. പുര നിറഞ്ഞു നിൽക്കുന്ന പെൺകൊച്ചുങ്ങളെന്ന് പണ്ട് കേട്ടിട്ടുണ്ട്. പുര നിറഞ്ഞു നിൽക്കുന്ന ആൺകൊച്ചുങ്ങളെന്നാണ് കേൾക്കുന്നത്. എനിക്കറിയില്ല, കാലത്തിന്റെ മാറ്റമാണ് ഞാൻ പറഞ്ഞത്. എഫ്രൈമേ, ഇസ്രയേലെ, നീ ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് കണക്കാകരുത്. നിഷ്കളങ്കത മാത്രം പോരാ, വിവേചന ശക്തി ഉണ്ടാകണം, വിവേകം ഉണ്ടാകണം. ഓരോ ചുവടും ശ്രദ്ധയോടാകണം. ഒരു ചുവട് വഴുതിയാൽ കുഞ്ഞുങ്ങളെ ഒത്തിരി വില കൊടുക്കേണ്ടതായിട്ട് വരും. അവസാനത്തെ ഒരു ചിന്ത 5 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ 5-6 മിനിറ്റുകൾ കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു കൊള്ളാം. 7:16. അവർ തിരിയുന്നു, മേലോട്ടല്ലതാനും. അവർ വഞ്ചനയുള്ള വില്ല് പോലെയാകുന്നു. അവർ തിരിയുന്നു, മേലോട്ടല്ലതാനും വഞ്ചനയുള്ള വില്ല്. ഞാൻ ഉറപ്പായിട്ട് ചിന്തിക്കുന്നു, നമ്മൾ മാതാപിതാക്കളെ പറ്റി പറയുന്ന കാര്യമാണ്. നമ്മൾ തിരിയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക, അവരെ അവിടാക്കാൻ ഇവിടാക്കാൻ എല്ലാം ഓടി നടക്കുക, മേലോട്ടില്ല. വഞ്ചനയുള്ള വില്ലിനൊരു കുഴപ്പമുണ്ട്, പായുന്ന അസ്ത്രങ്ങൾ ലക്ഷ്യം തെറ്റിപ്പോകും. മാതാപിതാക്കളെ പറ്റി പറയുകയാണ്, നിങ്ങൾ വഞ്ചനയുള്ള വില്ല് കണക്കാണെങ്കിൽ നിങ്ങളുടെ മക്കളാകുന്ന അസ്ത്രങ്ങൾ ലക്ഷ്യം തെറ്റിപ്പോകും. 127 സങ്കീർത്തനം അതല്ലേ പറയുന്നത്? വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ, അവയെ കൊണ്ട് ആവതാഴിയെ നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ ലക്ഷ്യത്തിലെത്തും. വഞ്ചനയുള്ള വില്ലാണ് നമ്മളെങ്കിൽ ലക്ഷ്യം തെറ്റിപ്പോകും. ഇത്രയേ ഉള്ളൂ ഓർമ്മപ്പെടുത്തുന്നത്. കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു മാതൃകയുള്ളവരായിട്ട് നമ്മുടെ കുടുംബങ്ങൾ, മാതാപിതാക്കൾ മാറുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയുന്നുണ്ട്. മുകളിലോട്ട് തിരിയുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കി. പണ്ടൊക്കെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടുന്നത് ബാംഗ്ലൂർ, മദ്രാസ്, ഡൽഹി, ബോംബെ ഒക്കെയാണ്. ഇപ്പോഴും നമ്മളെല്ലാവരും പഠിക്കാൻ വിടുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, USA, പല സ്ഥലങ്ങളിലേക്ക് വിടുക നമ്മുടെ കുഞ്ഞുങ്ങളെ ആരെയും വിടണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അക്കാഡമിക് മൂല്യച്യുതികൾ വന്നിരിക്കുകയാണ്, പിൻവാതിൽ നിയമനങ്ങൾ വരുന്നതാണ്, റിസർവേഷൻ ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾ എവിടെ വേണേ പോകട്ടെ, പക്ഷെ അവർക്കെന്നും തങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ജീവിതത്തെ മോൾഡ് എന്ന് പറയാൻ തക്കവണ്ണം മാതൃകയുള്ളവരായിട്ട് മാറാൻ നമുക്ക് കഴിയണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഏതാണെന്നറിയാമോ? ഉത്തമ മാതാപിതാക്കളാകുക എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രലോഭനങ്ങൾ വരും, സമ്മർദ്ദങ്ങൾ വരും, വശീകരിക്കുന്നവർ വരും. പക്ഷേ അവരുടെ മാതാപിതാക്കളെ ഓർക്കുമ്പോൾ അതിൽ നിന്ന് മാറി നടക്കാൻ തക്കവണ്ണം അവർക്ക് കരുത്ത് ലഭിക്കണം. എന്തും പറയാൻ പറ്റുന്ന ഇടങ്ങളായി നമ്മുടെ വീടുകൾ മാറണം. എനിക്കറിയാം, ഒരു പയ്യൻ 19 വയസ്സുകാരൻ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയതാ. അവൻ എൻ്റെ അടുക്ക് പറഞ്ഞു, അച്ഛാ എൻ്റെ കൂട്ടുകാർ മുഴുവൻ കള്ളു കുടിക്കുന്നവരായിരുന്നു, അച്ഛൻ അറിയണോ ഞാൻ ഒരു തുള്ളി കള്ളു കുടിച്ചിട്ടില്ല അച്ഛാ. ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവൻ പറഞ്ഞു, അച്ഛാ കാര്യം എന്താണെന്നറിയാമോ? അവരെന്നെ നിർബന്ധിക്കുമ്പോൾ എൻ്റെ മുൻപിൽ തെളിഞ്ഞു വരുന്ന മുഖം ആരുടെയാണെന്നറിയാമോ? അച്ഛാ എൻ്റെ അപ്പയുടെ അമ്മയുടെ മുഖം. അച്ഛാ എനിക്ക് കുടിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഉടനെ ചിന്തിച്ചു. തമ്പുരാനെ, നമ്മുടെ കുഞ്ഞുങ്ങൾ കുടി തുടങ്ങുന്നത് നമ്മുടെ മുഖം ഓർക്കുമ്പോഴാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു പയ്യൻ പറയുക, അപ്പനെ അമ്മയെ ഓർത്തു കഴിഞ്ഞാൽ എനിക്ക് കുടിക്കാൻ പറ്റില്ലെന്ന്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകുന്നില്ലേ? അപ്പം ഇന്ന് തിരുമേനി പലയിടങ്ങളിലും പോയിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും. നമ്മുടെ ഇവിടെ നിന്ന് പോയിട്ടുള്ള ചില കുഞ്ഞുങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാന്നറിയാമോ? ഒരു ആരാധനാലയം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ എവിടെങ്കിലും റെന്റ് എടുത്ത് ഒരു പള്ളി, ഒരു കോൺഗ്രിഗേഷനായിട്ട് രൂപീകരിക്കാൻ കഷ്ടപ്പെടുന്നത്. പഠിക്കാൻ പോകുന്നവരാ ചിലർക്ക് ആദ്യമൊക്കെ തുച്ഛമായ ജോലിയാണ് കിട്ടുന്നത്. അതിൽ നിന്ന് മിച്ചം വെച്ച് അവിടെ ഒരു ആരാധനാലയം ഉണ്ടാക്കാനൊക്കെ വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങൾ കാണുമ്പോൾ കണ്ണു നിറയും.
ഇവിടെ ഒന്നും മദ്ബഹായിൽ കയറാത്തവർ അവിടെ ചെല്ലുമ്പോൾ കൈവപ്പ് സ്വീകരിച്ച് മദ്ബഹായിലെ ശുശ്രൂഷകരായിട്ടൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നും. കാര്യം എന്താണെന്നറിയാമോ? അവർക്കൊരു ത്രെഡ് ഉണ്ട്, ഇവിടെ ഒരു ത്രെഡ് ഉണ്ട്. അപ്പ അമ്മ പഠിപ്പിച്ചു വിട്ടതാ, എവിടെ പോയാലും മോനെ ഇതൊന്നും മറക്കരുത് എന്ന്. എന്നാൽ പറയട്ടെ, ചുരുക്കം ചില നമ്മുടെ കുഞ്ഞുങ്ങൾ കൈവിട്ടു പോവുക, അവിടെ എങ്ങനെയും ജീവിക്കുകയും ഏത് തരത്തിലും പോവുകയും ചെയ്യുക. ഈ ആകാശത്ത് പറക്കുന്ന പട്ടം കണക്കാ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ. അടിയിൽ ഒരു പയ്യന്റെ കയ്യിൽ ഒരു ചരട് പിടിച്ചിരിക്കുന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ ത്രെഡ് നമ്മുടെ കൈ വേണം. അവരെവിടെ വേടെ പോട്ടെ, പ്രലോഭനങ്ങൾ വരട്ടെ, സമ്മർദ്ദങ്ങൾ വരട്ടെ, വശീകരിക്കുന്നവർ വരട്ടെ, അവർ ഈ ത്രെഡ് വിട്ടു പോകില്ല. പ്രിയമുള്ളവരെ, ഏറെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ചിലപ്പോഴെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ തകർന്നു പോകുന്നത് നമ്മുടെ കുടുംബാന്തരീക്ഷം കൊണ്ടാണ്. എനിക്കറിയാം, സെപ്പറേറ്റഡ് ആയ ഒരു ഫാമിലി എനിക്കറിയാം. സെപ്പറേറ്റഡ് ആയിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പിണങ്ങിക്കഴിയുക. ഒടുവിൽ കോടതി ഡിവോഴ്സ് അനുവദിച്ചു. അപ്പൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം. അമ്മയോടൊപ്പം കുഞ്ഞ്, അപ്പൻ മാസത്തിലൊരിക്കൽ അപ്പന് കുഞ്ഞിനെ വന്ന് കാണാം. അമ്മ കുഞ്ഞിനെ പൊന്നുപോലാ നോക്കുന്നത്. പക്ഷെ അപ്പൻ എന്നുള്ള പേര് അവർക്ക് കേൾക്കുന്നത് പോലും കലിയ. പക്ഷേ കുഞ്ഞിന് അമ്മ മാത്രം പോരാ, അവന് അപ്പനും വേണ്ടേ. അപ്പം അവന് എല്ലാ മാസവും ആദ്യം അപ്പം വരുന്നത് ഇങ്ങനെ ഓർത്തിരിക്കും. അപ്പം വരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അവനിങ്ങനെ അപ്പനെ നോക്കിയിരിക്കും. അപ്പൻ പുറത്ത് വരും, അകത്ത് വീട്ടിൽ കയറാൻ പറ്റില്ല, ഗേറ്റിന് പുറത്ത് വെച്ച് ഫോണിൽ വിളിക്കും. ഇവൻ ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങും, അപ്പൻ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മേടിക്കും, കുറേ നേരം സംസാരിക്കും. അവൻ സന്തോഷത്തോടെ തിരിച്ചു വരുമ്പോഴത്തേക്ക് വേണ്ട ഇവിടെ ഒരാൾ കലിതുള്ളി നിൽക്കുക. നിങ്ങൾ ഓർത്തോണം, കുഞ്ഞിന് അമ്മ മാത്രം പോരായല്ലോ, അപ്പനും വേണ്ടേ. ഒന്ന് ചിന്തിച്ചേ, നിങ്ങൾ പിണങ്ങുമ്പോഴേ വേണേൽ നിങ്ങൾക്ക് വേറെ സൗഹൃദം ഉണ്ടാക്കാം. നിങ്ങൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഭർത്താവിനെയും ഭാര്യയും കിട്ടും. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് വേറെ മാതാപിതാക്കളുണ്ടോ? ചിലപ്പോഴെങ്കിലും ഈ ആവശ്യമില്ലാത്ത കലഹങ്ങളും സ്പർദ്ധകളും വീട്ടിലുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്രമാത്രം വേദനിക്കുന്ന ഒരു ചിന്ത വേണം. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞ് എത്ര വേദനിക്കുന്നുണ്ടായിരിക്കാം. അവനവൻ്റെ അപ്പനെ വേണ്ടേ. അമ്മയ്ക്ക് കൊള്ളരുതാത്ത ആളായിരിക്കാം, പക്ഷെ അവന് അപ്പനെ അമ്മയും വേണ്ടേ. പിന്നെ തിരുമേനി എന്താ കൽക്കണ്ടത്തിലെ എന്തോ പേര് ഞാനങ്ങ് മറന്നുപോയി, കൽഭരണികൾ എന്നുള്ള പുസ്തകത്തില് അതിനകത്ത് നന്ദികുന്നേൽ മേരി കുടിച്ചു കൂത്താടി നടക്കുന്ന മനുഷ്യൻ ഒരു വട്ടം തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് മക്കൾ പറയുന്നു, ഈ വൃത്തികെട്ട മനുഷ്യനെ വീട്ടിൽ കയറ്റണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അമ്മ പറയുകയാ, നിങ്ങൾക്ക് വൃത്തികെട്ടവനായിരിക്കാം, എന്റെ മനസ്സിൽ എന്ന് സുന്ദരനാണ്. ഈ 4 മക്കളെ തന്നത് ഈ മനുഷ്യനാണ്. എന്നാൽ ഈ സ്ത്രീക്ക് എന്തെല്ലാം പറഞ്ഞ് അയാളെ ഒഴിവാക്കാം. അതുപോലെ ദുരിതം അനുഭവിച്ച സ്ത്രീയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഇടർച്ചകൾ പരിഹരിച്ച് സ്നേഹത്തിന്റെ ആത്മാവിൽ നിലനിർത്താൻ തക്കവണ്ണം നമുക്ക് കഴിയണം. എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പള്ളികളും ഏറെ ശ്രദ്ധിക്കണം. ഇനിയും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടുത്ത ജനറേഷനെയാണ്. ഒരു പേരന്റൽ കെയർ നമ്മുടെ പള്ളികൾക്ക് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകും. കുഞ്ഞുങ്ങളില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമല്ല. ഇസ്രയേലേ, എഫ്രൈമേ, നിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞു തരാം. നീ വഞ്ചനയുള്ള വില്ലാണ്, നീ വഞ്ചനയുള്ള വില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നു, മേലോട്ട് തിരിയുന്നില്ല. 4-5 മെറ്റഫറുകളാണ്, 4 എണ്ണമാണ് ഞാൻ വിശദീകരിച്ച് പറഞ്ഞത്. ഇസ്രയേലേ, എഫ്രൈമേ, നിന്റെ വിശ്വാസം കുറച്ചുകൂടെ ആഴത്തിലാകണം. നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, നീ പരാജയപ്പെടും, പക്ഷെ നിന്നിൽ ഇടപെടുന്ന ഞാനല്ലേ. അതുകൊണ്ട് നിന്റെ വിശ്വാസം ആഴപ്പെടുമ്പോൾ നിന്നിൽ അത്ഭുതം ചെയ്യുന്നവനാ ഞാൻ. ഈ ബോധ്യം നിനക്കുണ്ടാകണം. ഇസ്രയേലേ, ഈ പുറം പകിട്ടിൽ ജീവിക്കുകയല്ല, ആന്തരിക വിശുദ്ധി അനിവാര്യം. എവിടെങ്കിലും ഇടറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ തക്കവണ്ണം ഇവിടെയാണ്. ഇസ്രയേലേ, അന്യായമായ വിഹിതമല്ലാത്തത് മനുഷ്യന്റെ കണ്ണുനീര് കുടിപ്പിച്ച് നേടുന്നതൊന്നും നിനക്ക് സ്വസ്ഥത തരില്ല. ഇസ്രയേലേ, നിന്റെ അടുത്ത തലമുറ അത് നിഷ്കളങ്കരായ മാത്രം ഒരു വിവേകത്തോട് പ്രവർത്തിക്കണം. ഓരോ ചുവടുകളും ശ്രദ്ധയോടാകണം. ചുവട് വഴുതിയ ജീവിതം പോയി. ഇസ്രയേലേ, അടുത്ത തലമുറയ്ക്ക് മാതൃകയാകുവാൻ തക്കവണ്ണമുള്ള സാക്ഷ്യമുള്ളൊരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം മുതിർന്ന തലമുറയ്ക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് നീ ചിന്തിക്കണം. ജപ്പാനിൽ ഒരു കലാരൂപമുണ്ട്, അതിൻ്റെ പേര് കിൻഡ് സുഖി എന്നാണ്. KINDSUGI. കിൻഡ് എന്ന് വെച്ചാൽ ഗോൾഡ്, സുഖി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിനറി, ഗോൾഡ് ജോയിനറി. ജപ്പാൻ സെറാമിക് പാത്രങ്ങളുടെ നാടാണ്. കിച്ചണുകളിൽ സെറാമിക് പാത്രങ്ങളൊക്കെ സ്ത്രീകൾ എടുക്കുമ്പോൾ ചിലത് അറിയാതെ താഴെ വീണ് ഉടഞ്ഞു പോകും. അവരെന്നെ ചെയ്യുമെന്നറിയാമോ? ഉടഞ്ഞതൊന്നും തൂത്തുവാരി കളയുകയല്ല, നമ്മെപ്പോലെ ഉടഞ്ഞതെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് ചേർത്ത് വെക്കും. എന്നിട്ട് സ്വർണ്ണമൊരുക്കി ഒരു പശയും കൂടെ ചേർത്ത് അതിൻ്റെ പൊട്ടിയ ഭാഗങ്ങൾ ചേർത്ത് വെച്ചിടത്ത് ഇങ്ങനെ ഒട്ടിക്കും.
ഒട്ടിച്ചു കഴിയുമ്പോൾ അത് മനോഹരമാകും. ഗൂഗിൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഖിൻഡ് സുഖി. അങ്ങനെ ഉടഞ്ഞ പാത്രങ്ങൾ സ്വർണം ഉരുക്കി പശ ചേർത്ത് ഒട്ടിച്ചു വെക്കുന്ന രൂപങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മനോഹരമാണ്. അവർ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഉടഞ്ഞതൊന്നും ഉപേക്ഷിക്കാനുള്ളതല്ല, ചേർത്ത് വെച്ച് സുന്ദരമാക്കാനുള്ളതാണ്. അല്ല, ചേർത്ത് വെച്ച് അതിസുന്ദരമാക്കാനുള്ളതാണ്. ആരാ ജീവിതത്തിൽ ഉടഞ്ഞു പോകാത്തത്? എപ്പോഴെങ്കിലും ഉടഞ്ഞു പോയിട്ടുണ്ട്. ബന്ധങ്ങളിൽ, ദൈവത്തോടുള്ള ബന്ധങ്ങളിൽ, മനുഷ്യനോടുള്ള ബന്ധങ്ങളിൽ, നമ്മുടെ ശുശ്രൂഷ രംഗങ്ങളിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, മക്കളെ വളർത്തുന്നതിൽ എവിടെങ്കിലും ഉടഞ്ഞു പോയിട്ടുണ്ട്. ഉടഞ്ഞതൊന്നും ഉപേക്ഷിക്കാനുള്ളതല്ല, ചേർത്ത് വെച്ച് സുന്ദരമാക്കാനുള്ളതാണ്. പരിശുദ്ധ വലിയ നോമ്പിലേക്ക് പ്രാർത്ഥനാപൂർവ്വം അടുത്തു വരുമ്പോൾ ഉടഞ്ഞ ഇടങ്ങളെ ചേർത്ത് വെച്ച് തമ്പുരാനോടൊപ്പം സുന്ദരമാക്കാൻ നമുക്കിടയാകട്ടെ. പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ.